അപ്പോൾ ഓൾ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ സെഷൻ. ഇപ്പോൾ നമ്മൾ മോർണിംഗ് സെക്ഷനിൽ നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പേപ്പറായിരുന്നു നമ്മൾ ചെയ്തതെങ്കിൽ ഇനി നമുക്ക് അടുത്തതായിട്ട് എക്സാമിന് വരാൻ പോകുന്ന BRL 101 എന്ന് പറയുന്ന ഒരു പേപ്പറാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മളുടെ ഇഗ്നോയുടെ എല്ലാ അപ്ഡേറ്റ്സും യൂട്യൂബിലെ ലൈവ് ക്ലാസ്സുകൾ എല്ലാം വരാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ അക്കൗണ്ടിലൂടെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചാനലിൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് ഇതിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇനിയുള്ള ക്ലാസ്സുകളും അപ്ഡേറ്റ്സുകളും കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നത്. സോ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു എക്സാം ആണ്. നമുക്ക് ഇപ്പം തന്നെ ഉള്ളൊരു എക്സാം അല്ല, നമുക്കൊരു 10 ദിവസത്തിന്റെ ഗ്യാപ്പിൽ അല്ലെങ്കിൽ 8 ദിവസത്തിന്റെ ഗ്യാപ്പിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു എക്സാം ആണ് BRL 101, ദാറ്റ് ഈസ് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തിയററ്റിക്കൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏതുമായിട്ടാണ് പേഴ്സണൽ സെല്ലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പും അതുപോലെ തന്നെ ഓവർവ്യൂ ഓഫ് റീറ്റെയിലിങ്ങും, ഇത് രണ്ടും ഏകദേശം ഒക്കെ എന്താണ് ഒരേ മോഡലിൽ വരുന്നൊരു പേപ്പറാണ്. ഇവിടെ നമുക്കറിയാം റീറ്റെയിലിംഗ് റീസെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് എന്തുണ്ടായിരിക്കും, മാനുഫാക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഈ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഡയറക്ട്ലി കസ്റ്റമേഴ്സിലെ, ഇവിടെയാണ് കസ്റ്റമേഴ്സ് എങ്കിൽ ഇവരിലോട്ട് ഡയറക്റ്റ് ഗുഡ്സും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഡെലിവർ ചെയ്യുന്നില്ല. ചെയ്യുന്നവരുണ്ട്, ചെയ്യുന്നാത്തവരാണ് കൂടുതൽ മാനുഫാക്ചേഴ്സും. അപ്പൊ ഇതിന് ഉള്ളിൽ എന്തുണ്ടാവും, ഒരുപാട് ഇടനിലക്കാരുണ്ടാവും, ഹോൾസെയിലേഴ്സ് ഉണ്ടാവും, ഏജന്റുമാരുണ്ടാവും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവർക്ക് എന്ത് ചെയ്യും, ഇവർ ബൾക്കായിട്ടോ അല്ലാതെയൊക്കെ എന്ത് ചെയ്യും, മാനുഫാക്ചറിങ് സാധനങ്ങൾ വാങ്ങും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇത് റീസെല്ല് ചെയ്യും. ഇതെന്താ ചെയ്യുക, റീസെല്ല് ചെയ്യും. ആർക്കാണ് റീസെല്ല് ചെയ്യുക, അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ഇത് സെല്ല് ചെയ്യും. അപ്പൊ നമ്മൾ കസ്റ്റമർ എന്നും കൺസ്യൂമർ എന്നും പറയാറുണ്ട്. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന എല്ലാവരും എന്താണ്, കസ്റ്റമേഴ്സ് ആണ്. ഇത് ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ കസ്റ്റമർ ആണ് ഈ ഹോൾസെയിലേഴ്സും ഏജന്റുമാരും ഒക്കെ. അപ്പൊ അതാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇനി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു പ്രൊഡക്റ്റിന്റെ എൻഡ് യൂസർ, അത് ആരാണോ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നത്, റീസെല്ല് ചെയ്യാനോ സെയിലിനോ വേണ്ടുന്നല്ല, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ആരാണോ വാങ്ങുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ്. എന്താ വിളിക്കുക, കൺസ്യൂമേഴ്സ്. അപ്പൊ ഇത്തരത്തില് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങി എൻഡ് യൂസർ അതായത് കൺസ്യൂമേഴ്സിന് റീസെല്ല് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്താ പറയുക, റീറ്റെയിലേഴ്സ് എന്ന് പറയാ. ആ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ആ ബിസിനസ്സിന് നമ്മൾ റീറ്റെയിലിംഗ് എന്ന് പറയും. നമ്മുടെ അടുത്തൊക്കെ പലചരക്ക് ഷോപ്പ്, അതുപോലെ സൂപ്പർ മാർക്കറ്റ്, ബിഗ് ബസാർ, അങ്ങനെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്, റീറ്റെയിൽ ഷോപ്പുകൾക്ക് ഉദാഹരണമാണ്. ഇതൊക്കെ എന്താണ്, റീറ്റെയിൽ ഷോപ്പുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് റീറ്റെയിലിംഗ്, എന്താണ് ഇന്ത്യയിലെ റീറ്റെയിലിംഗിന്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ റീറ്റെയിലിൽ പ്രൈസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇന്ത്യയിൽ എന്താണ് റീറ്റെയിലിംഗിന്റെ സിറ്റുവേഷൻ കറന്റിൽ ഉള്ളത്, ഈ മോഡേൺ വേൾഡിൽ റീറ്റെയിലിംഗിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു പേപ്പറിലൂടെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാനുള്ള, നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2026 ജൂൺ എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലി ആയി നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ HU താലിമിലാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് പഠനമൊക്കെ കഴിഞ്ഞ് അവിടെ ബ്ലോക്ക് വൈസ് റിവിഷൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലാസ്റ്റ് ടൈമിലായിട്ടുള്ള ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിഡിക്റ്റബിൾ എന്നുള്ള രീതിയിലാണ് ഈ സെഷൻസ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്ക്രൈബ് ദ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ റീറ്റെയിലർ ആൻഡ് enumerate the factors influencing the
ഗ്രോത്ത് ഓഫ് ഓർഗനൈസ്ഡ് റീറ്റെയിൽസ് ഇൻ ഇന്ത്യ. എന്താ ചോദ്യം? എന്താണ് ഇന്ത്യൻ റീറ്റെയിലിംഗിലെ ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ റീറ്റെയിലിംഗ്? എന്തൊക്കെയാണ് ഇന്ത്യൻ റീറ്റെയിലിംഗിലുള്ള ട്രെൻഡ്സ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത് പറയാണ് എനുമറേറ്റ് ദ ഫാക്ടർ ദാറ്റ്സ് ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റീറ്റെയിലിംഗിലെ എന്തെയാണ് അതിനെ ഇൻഫ്ലുവൻസ്, അതിന്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം എന്ന് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് നമുക്കൊന്ന് പോകാം. എന്താണ് പറയുന്നത് നോക്കൂ. ഇൻ ഇന്ത്യ റീറ്റെയിൽ ഇൻഡസ്ട്രി ഈസ് ഹൈലി ലേബർ ഇന്റൻസീവ് സെക്ടർ. നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിവിടെ ലേബർ ഇന്റൻസീവ് ആണ്. എന്താ ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ വർക്കിനും കാര്യങ്ങളും ഒക്കെ ലേബേഴ്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ലേബർ ഇന്റൻസീവ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ റീറ്റെയിൽ സെക്ടേഴ്സ് എന്താണ്, ലേബർ ഇന്റൻസീവ് ആയിട്ടാണ് നിലനിന്ന് പോകുന്നത്. കറന്റ്ലി ലാർജസ്റ്റ് പ്രൈവറ്റ് എൻറ്റിറ്റി ആണ് എന്തെന്ന് പറഞ്ഞ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് എൻറ്റിറ്റി ആണ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ എമർജിങ് ട്രെൻഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാല്ലേ. ഒന്നാമത്തെ ഗ്രോവിങ് ഇൻകം ആൻഡ് മിഡിൽ ക്ലാസ്. ഇന്ന് മിഡിൽ ക്ലാസ്സും അതുപോലെ തന്നെ ഇൻകവും എന്തുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത് നോക്കൂ. ബൈ 2030 India is expected to add 140 million middle income and 21 million high income household. അതായത് 2030 ആവുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഈ റീറ്റെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവുന്ന ഗ്രോത്ത് കാരണം 140 മില്യൺ മിഡിൽ ഇൻകം ആൾക്കാരും 21 മില്യൺ ഹൈ ഇൻകം ഹൗസ് ഹോൾഡ്സും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അത് ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്, കൂടുതലും ഈ റീറ്റെയിൽ ബിസിനസ് കാര്യങ്ങൾ വന്നതോട് കൂടിയിട്ട് ആൾക്കാരുടെ ഇൻകം കൂടുകയും ജീവിത നിലവാരം കൂടുകയും ചെയ്തിട്ടുള്ള വലിയൊരു ട്രെൻഡാണ്. അതാണ് ഫസ്റ്റ്. പിന്നെ അടുത്തൊരു ട്രെൻഡാണ് എന്താണ്, ഇൻക്രീസ് ഇൻ ദ ഓൺലൈൻ സ്പെൻഡ്. എന്ത് ചെയ്തു, ഇന്ന് നമ്മളുടെ ഇവിടെ എന്ത് ചെയ്തു, ഓൺലൈൻ സ്പെൻഡിങ് എന്ത് ചെയ്തു, കൂടി എന്നുള്ളതാണ് പറയുന്നത്. ഇൻക്രീസ് ഓൺലൈൻ സ്പെൻഡിങ്. നമുക്കറിയാം ഇപ്പോൾ കുറച്ച് ആഫ്റ്റർ കോവിഡിന് ശേഷമാണ് കൂടുതലായിട്ടും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഓൺലൈൻ ഷോപ്പേഴ്സ് എന്തുണ്ട്, ആ പ്രൊജക്റ്റഡ് ടു റീച്ച് അപ്രോക്സിമേറ്റ്ലി 500 മില്യൺ ബൈ 2030. ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഷോപ്പിംഗ്, ഓൺലൈൻ റീറ്റെയിലേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ 2030 ആവുന്നതോടുകൂടി 500 മില്യൺ ആയിട്ട് നമ്മളുടെ എന്ത് മാറുന്ന പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ഓൺലൈൻ സ്പെൻഡിങ് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. ഇൻക്രീസ് ഓൺലൈൻ സ്പെൻഡിങ് എന്നുള്ളത്. അപ്പോൾ അതാണ് മറ്റൊരു എമർജിങ്, അതായത് ഓൺലൈൻ ആയിട്ടുള്ള സ്പെൻഡിങ് ഇന്ന് കൂടി വരികയാണ്. പിന്നെ മറ്റൊന്ന് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. എന്താണ് നോക്കൂ. The shift of digital and mobile e-commerce through the apps has gained significant momentum. അതായത് ഇന്ന് നമ്മളുടെ റീറ്റെയിൽ ബിസിനസ് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ചലഞ്ചസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്പേസ് എന്ന് പറയുന്നത്, അഥവാ അവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. മെയിൻലി ഈ ലൊക്കേഷൻ അവിടെ ഉള്ളവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ വന്ന് വാങ്ങുള്ളൂ. അല്ല എല്ലാവരും ഒന്നും ഇല്ല ഇവിടെ നിന്ന് ആ ഒരു ഷോപ്പ് തന്നെ പോയി വാങ്ങാൻ തയ്യാറാവില്ല. അത് മാറ്റിക്കൊണ്ട് ഇന്ന് കുറേയൊക്കെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വന്നു. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വരുമെന്നാണ് പറഞ്ഞത്. എല്ലാവരും എന്ത് ചെയ്യും, ഡിജിറ്റലിലോട്ട് മാറും. സ്പേസ് എന്നതിനപ്പുറം ഡിജിറ്റൽ ആയിട്ടായിരിക്കും എല്ലാവരും വരിക. ഇ കൊമേഴ്സും അതുപോലെ തന്നെ മൊബൈൽ കൊമേഴ്സും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരിക. കൂടുതലും ആപ്പ് എന്നുള്ള രീതിയിൽ ഔട്ട് എന്ത് ചെയ്യും, നമ്മളുടെ റീറ്റെയിൽ ഇൻഡസ്ട്രി മാറും. ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ഒമിനി ചാനൽ റീറ്റെയിലിംഗ് എന്ത് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് റീറ്റെയിലേഴ്സ് ആർ ഇൻക്രീസിംഗ്ലി മൂവിംഗ് ടുവേർഡ്സ് എ സീംലെസ് ഇന്റഗ്രേഷൻ ഓർ എ ഫിസിക്കൽ സ്റ്റോർ ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതായത് രണ്ടു കൂടിയായിരിക്കും, മൾട്ടിപ്പിൾ ചാനൽസ് ആയിട്ട് മാറും. അവർക്ക് ഫിസിക്കൽ സ്റ്റോറുകൾ ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു ഫിസിക്കൽ സ്റ്റോർ ഉണ്ടാവും. കൂടുതലായിട്ട് എന്തിനാ ഫോക്കസ് ചെയ്യുക, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ഫോക്കസ് ചെയ്ത് പോകും എന്നുള്ളതാണ് ഒമിനി ചാനൽ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവർ കൂടുതൽ എന്ത് ചെയ്യും, ഒമിനി ചാനൽ റീറ്റെയിലിംഗ് ആയിട്ട് ഇനി മാറാൻ കിടക്കുന്ന ഒരു ട്രെൻഡാണ്. പിന്നെ കൂടുതൽ പ്രൈവറ്റ് ബ്രാൻഡുകൾ വരും. അതാണ് മറ്റൊരു കാര്യം. കൂടുതലായിട്ട് എന്ത് ചെയ്യും, പ്രൈവറ്റ് ബ്രാൻഡുകൾ വരും. അതായത് ലാർജ് റീറ്റെയിലേഴ്സ്, ഷോപ്പ്, വെസ്റ്റ് സൈഡ്, ആമസോൺ പോലുള്ള കൂടുതൽ എന്ത് ചെയ്യാണ്, വൈഡ് ആയിട്ടുള്ള വലിയ പ്രൈവറ്റ് ബ്രാൻഡ്സുകൾ വരും. അപ്പൊ അവരെന്തായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക, അവരുടേതായിട്ടുള്ള ലേബൽസ് കാര്യങ്ങൾ കൊണ്ടുവരിക,
ട്രേഡ് മാർജിൻസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇതൊക്കെ ഇനി നമ്മളുടെ റീറ്റെയിൽ ഇൻഡസ്ട്രീസിൽ വരാൻ പോകുന്ന വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്. 2030 ആവുന്നതോട് കൂടിയിട്ട് കുറെ ആൾക്കാരുടെ ഇൻകം ലെവൽ മാറുകയും മിഡിൽ ഇൻകം ക്ലാസ് കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ സ്പെൻഡിങ് കൂടും, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വരും, ഒമിനി ചാനൽസ് ആയിരിക്കും എല്ലാ റീറ്റെയിൽ ബിസിനസ്സും. പ്രൈവറ്റ് ബ്രാൻഡ്സുകൾ ഇനിയും ഇപ്പൊ നമുക്ക് നിലവിലുള്ള പ്രൈവറ്റ് ബ്രാൻഡ്സിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് ബ്രാൻഡ്സ് എന്ത് ചെയ്യും, ഓൺലൈൻ ഷോപ്പിങ്ങിനും കാര്യങ്ങളുമായിട്ട് വരും എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് ഇന്ന് നമ്മളുടെ ഇന്ത്യയിലെ എമേർജിങ് ആയിട്ടുള്ള റീറ്റെയിൽ ഇൻഡസ്ട്രിയിലെ എമേർജിങ് ആയിട്ടുള്ള ട്രെൻഡുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എമേർജിങ് ട്രെൻഡ്സ് പറഞ്ഞു. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ്സ് ഇൻഫ്ലുവൻസ് ദ റീറ്റെയിലിംഗ് സെക്ടർ ഗ്രോത്ത്? എന്താണ് റീറ്റെയിൽ സെക്ടറിന്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞത് എക്കണോമിക് ഗ്രോത്ത് ആണ്. നമ്മുടെ എക്കണോമിക് ഉണ്ടാവുന്ന ഗ്രോത്ത് ആണ് അതിൽ ഏറ്റവും വലിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു. നോക്കൂ, ഷാർപ്പ് റൈസ് ഇൻ ദ എക്കോണമി ഹാസ് ക്രിയേറ്റഡ് മോർ എംപ്ലോയ്മെന്റ് ആൻഡ് ഇംപ്രൂവ്ഡ് പർച്ചേസിംഗ് പവർ. നമ്മളുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു, അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ട്, നമുക്ക് ഒന്ന് പോപ്പുലേഷൻ കൂടുതലാണ്, അതിനനുസരിച്ച് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, ഇവർക്കൊക്കെ പർച്ചേസിംഗ് പവർ കിട്ടുന്നു. ഓട്ടോമാറ്റിക്കലി ഇവർക്കൊക്കെ പർച്ചേസിംഗ് പവർ കിട്ടുമ്പോൾ എന്തെയും ഇവരൊക്കെ പർച്ചേസ് ചെയ്യാൻ റെഡി ആവും. ഇത് നമ്മളുടെ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ ഗ്രോ ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. എന്താണ്, പോപ്പുലേഷൻ കൂടും, അവർക്ക് ജോലി കിട്ടുന്നു, അവരുടെ അത് പർച്ചേസിംഗ് പവർ കൂടുന്നു, അതിനനുസരിച്ച് അവർ പർച്ചേസിങ്ങിനും കാര്യങ്ങളും വരും. അതാണ് എക്കണോമിക് ഗ്രോത്ത് കൊണ്ട് പറയുന്നത്. അപ്പൊ എക്കണോമിക് ഗ്രോത്ത് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനും കാരണമാകാറുണ്ട്. രണ്ടാമത് നമ്മളുടെ ഡെമോഗ്രഫിക് പ്രൊഫൈൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. അതായത് മാസീവ് പൂൾ ഓഫ് യങ് മില്ലനേലിയൽസ്, അതായത് ആവറേജ് ഏജ് ഓഫ് 29/2024 who are brand conscious and tech savvy fuels demand. അതായത് ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ ഏകദേശം ഒരു 2025-30 ആ ഒരു ഏജ് കാറ്റഗറിയിലൊരു കൂടുതൽ അവർക്കാണ് ഇപ്പൊ പർച്ചേസിംഗ് പവർ കൂടുതൽ. ഇവരെന്താ ചെയ്യുന്നത്, ഇവർ കൂടുതലും അതായത് ടെക്നോളജി നല്ല രീതിയിൽ അറിയുന്നവരും ബ്രാൻഡിന് നല്ല രീതിയിൽ കോൺഷ്യസ് ആയിട്ടുള്ളവരും. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, അവർ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള റീറ്റെയിൽ ഷോപ്പുകളൊക്കെ, ബ്രാൻഡിന്റെ റീറ്റെയിൽ ഷോപ്പുകളൊക്കെ ചൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായിരിക്കും, ഇതിനനുസരിച്ച് പുതിയ ബ്രാൻഡുകൾ വരുന്നു, റീറ്റെയിൽ ഇൻഡസ്ട്രിക്ക് അതിനനുസരിച്ച് എന്താ ഗ്രോത്ത് കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമ്മളുടെ ആ ഒരു ചേഞ്ച്, നമ്മുടെ ഡെമോഗ്രഫിക്കൽ പ്രൊഫൈൽ, നമ്മുടെ ഏജ്, നമ്മുടെ ഒക്യുപ്പേഷൻ, നമ്മുടെ സാലറി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ മെരിറ്റൽ സ്റ്റാറ്റസ്, ഇതൊക്കെ നമ്മളുടെ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അൾട്ടിമേറ്റ്ലി നമ്മളുടെ റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് മറ്റൊരു ഫാക്ടർ. നെക്സ്റ്റ് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞത് ഇൻക്രീസ് ഡിസ്പോസബിൾ ഇൻകം കൂടുന്നത്. എങ്ങനെ നോക്കൂ, ഹയർ ഇൻകംസ് വരുന്ന സമയത്ത് കൺസ്യൂമേഴ്സ് എന്തായിരിക്കും, അവർക്ക് കൂടുതൽ ഹയർ ഇൻകം വന്നു, അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇൻക്രീസ് ചെയ്യും, അവർ വലിയ വാഹനം വാങ്ങും, ഇലക്ട്രോണിക് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങും. അപ്പൊ ഇതൊക്കെ എന്താ അൾട്ടിമേറ്റ്ലി എന്തിനു തന്നെയാണ് ഗ്രോത്ത് ഉണ്ടാക്കുന്നത്, നമ്മളുടെ റീറ്റെയിൽ സെക്ടറിലാണ്. അപ്പൊ ഡിസ്പോസബിൾ ഇൻകം കൂടുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ പർച്ചേസിംഗും കൂടും, അതിനനുസരിച്ച് പുതിയ പുതിയ ബിസിനസ്സുകൾ എന്ത് ചെയ്യും, എമേർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് റീറ്റെയിൽ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിന് കാരണമാവും. പിന്നെ മറ്റൊന്ന് അർബണൈസേഷൻ ആണ്. എന്താണ് അർബണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാപ്പിഡ്ലി എക്സ്പാൻഡിങ് സിറ്റീസ് ആൻഡ് ദ മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ടു അർബൻ സെന്റർ ക്രിയേറ്റ് അഡീഷണൽ ഡിമാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഞാനൊരു റൂറൽ ഏരിയാസിലാണ് ജീവിക്കുന്നത്, എനിക്ക് എൻ്റെ ജീവിത നിലവാരം കൂട്ടണം, ജോലിക്കൊക്കെ വേണ്ടി ഞാൻ അർബൻ ഏരിയാസിലോട്ട് ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ 100 പേരുള്ളേന്നു, ഇവിടുന്ന് ഒരു 500 പേരും കൂടി ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ 600 പേരായി. അപ്പൊ ഇതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഇവരുടെ ആ ഒരു അർബൻ ഏരിയയിലെ ഡിമാൻഡ് കൂടി. അപ്പൊ അവിടെ എന്തായിരിക്കും, പുതിയ പുതിയ റീറ്റെയിൽ ഇൻഡസ്ട്രീസ് വരും, പുതിയ പുതിയ ബിസിനസ്സുകൾ വരും. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും, ആ ഒരു ഏരിയയിലെ റീറ്റെയിൽ ബിസിനസ് ഗ്രോത്തിന് കാരണമാകും. അപ്പൊ ഇത്തരത്തില് അർബണൈസേഷൻ ഉണ്ടാവുന്നില്ല, കൂടുതൽ ആൾക്കാർ അർബൻ ഏരിയസിലോട്ട് മൂവ് ചെയ്യുന്നതിലൂടെ റീറ്റെയിൽ ഇൻഡസ്ട്രീസിന് ഗ്രോത്ത് ഉണ്ടാവും. കാരണം അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും, അപ്പൊ അതിനനുസരിച്ച് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് അർബനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ചേഞ്ച് കൺസ്യൂമർ ടേസ്റ്റ്, കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അതായത് ഫ്രീക്വന്റ് ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രിഫറൻസ് ഫോർ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഇൻഡ്യൂസ് റീറ്റെയിലേഴ്സ് ടു എൻ്റർ ദ മാർക്കറ്റ്. അതായത് നമ്മളുടെ എന്തിലുണ്ടാവുന്ന ചേഞ്ചസ്, ഫ്രീക്വന്റ് ആയിട്ടുണ്ടാവുന്ന ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലായിരിക്കാം, നമ്മുടെ ടേസ്റ്റിൽ, നമ്മുടെ പ്രിഫറൻസിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ്. അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഒരേ സമയം ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക, പിന്നെ അത് ലൈഫ് ലോങ് അത് ഉപയോഗിക്കും. ഇല്ലോ, അങ്ങനെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടോ? ഇല്ല.
നമുക്കത് നാശമാവാതെ തന്നെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, മാറ്റി വാങ്ങാറുണ്ട് വേറെ പ്രൊഡക്റ്റ് നോക്കാൻ. കാരണം എന്താണ്, ഇപ്പൊ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയും. അപ്പൊ ഈ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, നമ്മുടെ പ്രിഫറൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ തന്നെയാണ് കൂടുതലും റീറ്റെയിൽ ഇൻഡസ്ട്രീസിൽ ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം എന്താണ്. അല്ലെങ്കിൽ വൺസ് ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ആരും വാങ്ങാൻ വരില്ലല്ലോ. അപ്പൊ റീറ്റെയിൽ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണ്, കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ഉണ്ടാവുന്ന ഈ ഒരു ചേഞ്ചസ് ആണ്. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്, അതായത് നമ്മുടെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ചെയ്തുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ജയൻസ് ആയിട്ടുള്ള വാൾമാർട്ട്, ആമസോൺ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യുകയും അതിലൂടെ എന്ത് ചെയ്യും, അവർ കൂടുതലായിട്ട് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവർ വരികയും നമ്മളുടെ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. എന്ത്, ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യണേ അതിന്റെ ഗ്രോത്തിനും കാരണമാവും. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന എക്കണോമിക് ഗ്രോത്തും നമ്മുടെ ഡെമോഗ്രഫിക്കൽ പ്രൊഫൈലിൽ ഉണ്ടാവുന്ന ചേഞ്ചസും നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകത്തിന് ഉണ്ടാവുന്ന ചേഞ്ചസും അർബണൈസേഷനും കൺസ്യൂമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസും ഫോറിൻ ഡയറക്റ്റ് പോളിസീസ് ഫേവറബിൾ ആവുന്നതും ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മളുടെ റീറ്റെയിൽ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം 1010 ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ വേരിയസ് ടൈപ്പ് ഓഫ് മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ്സ്. ഏതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുക കഴിഞ്ഞ എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ജൂണോ ഡിസംബറോ ഒന്നുമില്ല, എല്ലാ എക്സാമിനും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വേരിയസ് ടൈപ്സ് ആയിട്ടുള്ള മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് റീറ്റെയിൽ ഓർഗനൈസേഷൻ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ എന്താണ് വേരിയസ് ആയിട്ടുള്ള ഈ ഒരു ടൈപ്സ് ഉണ്ടാവുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് എവിടെയായിട്ട് റീറ്റെയിൽ ഓർഗനൈസേഷനിൽ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഡിസ്കസ് ദ വേരിയസ് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ഫോർമാറ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ ബെനിഫിറ്റ്സ് ടു റീറ്റെയിൽ ഓർഗനൈസേഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കാം. അപ്പോൾ ഒരു റീറ്റെയിൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് സ്ട്രക്ചർ ആണ്. ഒരു റീറ്റെയിൽ ബിസിനസ്സിന് ഒരു ബേസിക് സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത് റീറ്റെയിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് ടു എൻഡ് യൂസർ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ബിസിനസ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തിനു ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അതിന്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 6 ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നമുക്ക് റീറ്റെയിൽ ഫോർമാറ്റ്സിൽ കാണാൻ സാധിക്കും. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളുണ്ട്, സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, കൺവീനിയൻസ് സ്റ്റോറുകളുണ്ട്, ഡിസ്കൗണ്ട് സ്റ്റോറുകളുണ്ട്, സ്പെഷ്യാലിറ്റി സ്റ്റോറുകളുണ്ട്, ഇ ടെയിലിംഗ് അഥവാ ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേതാണ് ഏതെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ എന്ന് പറയുന്നത്. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്റ്റോർസ് ഓഫറിങ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ്. അതായത് വലിയ ഷോപ്പായിരിക്കും, അത് വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അതായത് ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഇൽനെസ് ഒക്കെ ആയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് സെഗ്മെന്റഡ് ഇൻ ടു ക്ലിയർലി ഡിഫൈൻഡ് ആസ് ഡിപ്പാർട്ട്മെന്റ്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. വലിയ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലോത്തിങ്ങിന് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസിന് എന്തായിരിക്കും വലിയൊരു ഷോറൂം ആയിരിക്കും. അവിടെ ആ ഒരു ഐറ്റംസിന് പല വെറൈറ്റി, പല ബ്രാൻഡിലെ പല ഐറ്റംസ് നമുക്ക് കിട്ടും. അത്തരത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ക്ലോത്തിങ്ങോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും ആണ്. അവരെന്താണ് സെൽഫ് സർവീസ് ആയിരിക്കും. നമുക്ക് ഫുഡ് ആണെന്നിടയിലും നോൺ ഫുഡ് ഐറ്റംസ് ആണ്, അതായത് മറ്റ് എന്ത് ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു സെയിൽസ്മാൻ വന്നിട്ട് നമുക്കിത് വിറ്റ് തരില്ല അല്ലെങ്കിൽ എടുത്തു തരില്ല. പകരം എന്താണ് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാവും, നമുക്കവിടെ സെൽഫ് സർവീസ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ പോയി എടുക്കുന്നു, നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഹൈപ്പർ മാർക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാണ് ലാർജ് ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് എന്തുണ്ടാവുക, ഡിസ്കൗണ്ട് സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആകുമ്പോൾ ഡിസ്കൗണ്ട് സ്റ്റോറുകളായിട്ടൊക്കെ നമുക്കുണ്ടാവും. സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ സെൽഫ് സർവീസിലൂടെയുള്ള വലിയ വലിയ രീതിയിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ് ആണ്. ഇപ്പൊ റീറ്റെയിൽ ഫോർമാറ്റിൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ പറഞ്ഞു. അതേപോലെയുള്ളതാണ് സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റ് എന്നും പറയുന്നത്.
നെക്സ്റ്റ് കൺവീനിയൻസ് സ്റ്റോർ ആണ്. എന്താ കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ലോങ് ടൈം ഓപ്പറേറ്റിംഗ് ഹവേഴ്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ കുറച്ച് ലിമിറ്റഡ് റേഞ്ച് ഓഫ് ഐറ്റംസ് ഒക്കെ ഉള്ള നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് ഉണ്ടാവുന്ന സ്റ്റോറുകളാണ് കൺവീനിയൻസ് സ്റ്റോറുകൾ എന്ന് പറയുക. അപ്പൊ അത് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോസ്മോസ് അത് ശരിക്കും അവരുടെ സ്റ്റോറുകളൊക്കെ ഒരു കൺവീനിയൻസ് സ്റ്റോറുകളുടെ മോഡലാണ് വരുന്നത്. കാരണം അവിടെ ആ ഒരു കൺവീനിയൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള വെൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റോറുകൾ, അതും ലോങ് ടൈം ഓപ്പറേറ്റിംഗ് ഹവേഴ്സും ലിമിറ്റഡ് റേഞ്ച് ഐറ്റംസും ഒക്കെ ഉണ്ടാവുന്ന എന്താണ് ആ ഷോപ്പുകളെയാണ് നമ്മൾ കൺവീനിയൻസ് സ്റ്റോറുകൾ എന്ന് പറയുക. അപ്പൊ കൺവീനിയൻസ് സ്റ്റോറുകൾ ഒരു മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ് ആണ്. ഇനി ഡിസ്കൗണ്ട് സ്റ്റോറുകൾ, ഡിസ്കൗണ്ടിൽ മാത്രം കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അവർ എന്തായിരിക്കും മെർക്കൻഡൈസ് പ്രൈസിനേക്കാൾ, അതായത് MRPയേക്കാൾ കുറവ് അല്ലെ, മാക്സിമം റീറ്റെയിൽ പ്രൈസിനേക്കാൾ കുറവിലായിരിക്കും അവർ എപ്പോഴും എന്ത് ചെയ്യുക, അവിടെ ഗുഡ്സ് കാര്യങ്ങൾ വിറ്റുകൊണ്ടിരിക്കുക. അവർ EDLP എന്നുള്ള ആ ഒരു, അതായത് എവരുടെ ലോ പ്രൈസിങ് സ്ട്രാറ്റജി ആയിരിക്കും അവരവിടെ ഉപയോഗിക്കുക. EDLP സ്ട്രാറ്റജി ആയിരിക്കും അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡിസ്കൗണ്ട് സ്റ്റോറുകൾ ഉണ്ടാവും ആൻഡ് സ്പെഷ്യാലിറ്റി സ്റ്റോറുകൾ ഉണ്ടാവും. എന്താ സ്പെഷ്യാലിറ്റി സ്റ്റോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പെഷ്യാലിറ്റി സ്റ്റോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് കോൺസെൻട്രേറ്റ് ഓൺ എ സിംഗിൾ ലൈൻ ഓഫ് പ്രൊഡക്റ്റ്. അവർക്ക് ഒരു സിംഗിൾ ലൈൻ ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവും, പല ടൈപ്പ് ഒന്നും ഉണ്ടാവില്ല. അതായത് ജ്വല്ലറി ആണെങ്കിൽ ജ്വല്ലറി, കൺസ്യൂമർ ഇലക്ട്രിക് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, ഹെൽത്ത് കെയർ ആണെങ്കിൽ ഹെൽത്ത് കെയർ, ഒരു സിംഗിൾ പ്രൊഡക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്ന ഷോപ്പുകളെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി സ്റ്റോറുകൾ എന്നൊക്കെ പറയാം. ഇപ്പൊ നമ്മൾ കിഡ്സിന്റെ എന്താ ഡ്രസ്സിന്റെ ഷോപ്പുകൾ, മെൻസിന്റെ അതൊക്കെ നമ്മൾ കാണുന്നത് അതൊക്കെ സ്പെഷ്യാലിറ്റി, അവരത് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇനി മറ്റൊന്ന് ടെയിലിംഗ് ആണ്, അഥവാ ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് ആണ്. അതായത് ഹിയർ ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ത്രൂ ദ ഇന്റർനെറ്റ് ആയിരിക്കും. നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ എന്താണ് ഈ റീറ്റെയിൽ ഫോർമാറ്റ്സ് തന്നെയാണ്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നെയിമാണ് ടെയിലിംഗ് അഥവാ ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷനും പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് ഒക്കെ ഇതിലൂടെ ആയിരിക്കും, ഇലക്ട്രോണിക് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതാണ് വേരിയസ് ആയിട്ടുള്ള ബേസിക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഫോർമാറ്റ് ഓഫ് ദി റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അത് 6 കറക്റ്റ് പഠിക്കാം. ഇനി അടുത്തെന്താ, എന്താണ് ആ ഇതിന്റെ ബെനിഫിറ്റ്സ്, അതായത് റീറ്റെയിലിൽ ഡിഫറെന്റ് അല്ല ഫോർമാറ്റ്സ് വരുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് റീറ്റെയിൽ ഓർഗനൈസേഷൻ ഉള്ളത് എന്നുള്ളതാണ്. ഒന്ന്, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ ഇൻവോൾവ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതായത് സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, കസ്റ്റമേഴ്സിന് കാണാനും തൊടാനും ഫീൽ ചെയ്തുള്ള ഒരു പർച്ചേസ് ഓപ്ഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് കൂടുതൽ അവിടെ വരാനും അത് പർച്ചേസ് ചെയ്യാനും കിട്ടും. കാരണം എന്താണ്, അവർക്കത് ഫീൽ ആൻഡ് ടച്ച് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പൊ നമ്മൾ 1 കിലോ ഉഴുന്ന് വാങ്ങുകയാണെങ്കിൽ അത് എടുത്തു നോക്കി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. ആസ് എ കസ്റ്റമർ എനിക്ക് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ എനിക്ക് അവിടെ കോൺഫിഡൻസ് കിട്ടുക, ഞാൻ വാങ്ങിയ ഐറ്റം നല്ലതാണ് എന്നുള്ള ആ ഒരു ഫീല് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമറിന്റെ ഇൻവോൾവ്മെന്റ് കൂടുകയും അവരുടെ പർച്ചേസിങ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പർച്ചേസിനെ ഇമ്പൾസ് ചെയ്യും. എങ്ങനെയാണ്, അതായത് നമ്മൾ നല്ല രീതിയിൽ ലേ ഔട്ട് വയ്ക്കുക. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും ക്യാഷ് എന്ത് ചെയ്യുക, ക്യാഷ് കൊടുക്കണ ബിൽ പേയ്മെന്റ് അവിടെ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വയ്ക്കുക. ശരിക്കും എന്താണ്, അത് റീറ്റെയിൽ ഫോർമാറ്റ്സ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. എന്താണ് ആ തന്ത്രം എന്ന് പറയുന്നത്, നമ്മളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ കിട്ടുന്ന സ്ഥലത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അവരത് അട്രാക്ട് ചെയ്യും, അതെടുക്കും. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഡെമോ വെക്കുക, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുക. അതിലൊക്കെ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് പുതിയ പുതിയ പ്രൊഡക്ട്സ് കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ എപ്പോഴെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ പോകുമ്പോൾ വിസിറ്റ് ചെയ്യാം. നമ്മൾ ലുലു മാളിലൊക്കെ പോകുക വെച്ച് നമുക്ക് ആപ്പിൾ സ്റ്റോർ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ കണക്ട് എന്നുള്ള പേരിലായിരിക്കും നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ, അതുപോലെ തന്നെ അവർ പുതുതായിട്ട് എന്ത് ചെയ്യുക സ്പെഷ്യലി എഡിഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണം, ഷോക്കേസ് ചെയ്ത് വെച്ചോ. നമുക്കൊരു 1 ടൈം യൂസിന് അത് ഉപയോഗിക്കാനും സാധിക്കും. ജസ്റ്റ് നമുക്കത് നോക്കാനൊക്കെ സാധിക്കും, ഒന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാം. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് എന്താ, നമുക്കും അത് വേണം എന്നുള്ള ഒരു പർച്ചേസിങ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, ഒരു ഡിസേർ നമുക്ക് ഉണ്ടാവും. അതിന് ആ സമയത്ത് തന്നെ പൈസ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് അത് വാങ്ങുകയും ചെയ്യും. അപ്പൊ പർച്ചേസിനകത്ത് ഇമ്പൾസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ലേ ഔട്ടുകൾ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ലേ ഔട്ടുകൾ ഉപയോഗിക്കുന്നത് തന്നെ ഈ പർച്ചേസിങ് ആയിട്ടുള്ള ആ ഒരു ഡിസിഷനെ ഇമ്പൾസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് മറ്റൊന്ന്. പിന്നെ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആണ്. അതായത് ലാർജ് ഫോർമാറ്റ്സ് ലൈക്ക് ഹൈപ്പർ മാർക്കറ്റ് ക്യാൻ ബൈ ഇൻ
ബൾക്ക് ആൻഡ് റെഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് അലോയിങ് ഫോർ കോമ്പറ്റേറ്റീവ് പ്രൈസിങ്. അപ്പോൾ ബൾക്കിന് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇത് രണ്ട് കൂട്ടർക്കും കൂടുതൽ എന്താണ് ബെനഫിറ്റ്സ് ആണ്. ബയ്യറെ സംബന്ധിച്ച് മറ്റൊരു സൂപ്പർ മാർക്കറ്റിനേക്കാൾ വില കുറവിൽ ഹൈപ്പർ മാർക്കറ്റ് കിട്ടും. ഹൈപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ഷോപ്പാണ്, സൂപ്പർ മാർക്കറ്റിനെക്കാളും വലുതാണ്. അങ്ങനെ ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാം, ബൾക്കിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇവർക്കും എന്തുണ്ടായിരിക്കും, കോസ്റ്റ് എഫക്റ്റീവ് ഉണ്ടാവും. അതായത് ഇവർക്ക് എന്തുണ്ടായിരിക്കും, ബൾക്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കുറവ് പൈസ കിട്ടിയിട്ടുണ്ടാവും ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്ട്സും. അതായത് കോമ്പറ്റേറ്റീവ് പ്രൈസിങ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ അവിടെ അവർക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ മാർക്കറ്റ് റീച്ചിലോട്ടാണ്. അതായത് നോൺ സ്റ്റോർ ഫോർമാറ്റ്സ് ലൈക്ക് ഇ-ടെയിലിംഗ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യാണ്, നമ്മുടെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസിന് അപ്പുറത്തോട്ട്, ഇപ്പം ലാസ്റ്റ് നമ്മൾ 6ാമത്തെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണല്ലേ മാർക്കറ്റ് റീച്ചിന്റെ കേസ്. അതായത് നമ്മുടെ ഇലക്ട്രോണിക് ട്രേഡിംഗ് ആകുമ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇത് നമ്മൾ ഇന്ത്യയിലുള്ളവർ മാത്രമാണോ വാങ്ങുന്നത്? അല്ല. നമ്മളിപ്പോൾ കേരളത്തിലുള്ളവർ മാത്രമാണോ വാങ്ങുന്നത്? അല്ല. എല്ലായിടത്തും നിന്നും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഏരിയാസും നമുക്ക് മാറ്റിമറിച്ചുകൊണ്ട് നമുക്ക് പർച്ചേസ് കാര്യങ്ങൾ ചെയ്യാനും സെയിൽസ് കാര്യങ്ങൾ ചെയ്യാനും ഈ ഇ-ടെയിലിംഗ് പോലുള്ള ആ ഓരോ പ്ലാറ്റ്ഫോം ഫോർമാറ്റ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് റീച്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ റീറ്റെയിൽ ഓർഗനൈസേഷന്റെ ഫോർമാറ്റ്സ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഓവറോൾ റീറ്റെയിൽ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിന് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ റീറ്റെയിൽ ഫോർമാറ്റ്സുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ മെയിൻ പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വേണം അത് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം അതിന്റെ ആൻസേഴ്സ് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ the various factors that influence consumer behavior in retailing. കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന, റീറ്റെയിലിംഗിലെ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം കൺസ്യൂമറിന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വലി എങ്ങനെ ആ ഒരു പ്രൊഡക്റ്റിനോട് അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിനോട് ബിഹേവ് ചെയ്യുന്നു, അല്ലെ, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഡയറക്ട്ലി ഇവിടെ എന്തൊക്കെയുണ്ട്? ഒബ്റ്റെയിനിങ്, യൂസിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്? ഒരു കൺസ്യൂമർ ബിഹേവിയർ, ഒരു പ്രൊഡക്റ്റിനോട് കൺസ്യൂമർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ചിലപ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ പേഴ്സണൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ കൾച്ചറൽ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇതിൽ ഏത് ഫാക്ടേഴ്സ് വേണമെങ്കിലും എന്തായിരിക്കാം, ഒരു കൺസ്യൂമറുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ആണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിവ്, അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ മോട്ടിവേഷൻ, നമ്മുടെ പെർസെപ്ഷൻ എല്ലാം എന്തിനെ എഫക്റ്റ് ചെയ്യും? നമ്മൾ ആ ഒരു ബിഹേവിയർ, നമ്മുടെ പർച്ചേസിങ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും. നോക്കൂ, നല്ല മോട്ടിവേഷൻ കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നർ സ്റ്റേറ്റിൽ നമുക്ക് എന്തുണ്ട്, ആ ഒരു സാധനം വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അല്ലെ, നമുക്കൊരു ഡിസയർ ഉണ്ട്. അതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് നല്ല രീതിയിൽ ഇന്നർ സ്റ്റേറ്റ് മോട്ടിവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ തരാം. അപ്പൊ അത് നമ്മുടെ പർച്ചേസിങ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും. ഈ രണ്ടാമത് പെർസെപ്ഷൻ. ഒരു വ്യക്തിക്ക് ആ ഒരു ഐറ്റത്തെ കുറിച്ച് എത്രമാത്രം കേട്ടിട്ടുണ്ട്, അറിവുണ്ട് എന്നുള്ളതാണ് പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ എന്ത്, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ നമ്മളത് വാങ്ങാൻ തയ്യാറാവും. അതാണ് രണ്ടാമത്തെ കാര്യം, ആണ് രണ്ടാമത്തെ സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സൈക്കോളജിക്കൽ ഫാക്ടർ ലേണിംഗ് ആണ്. അതായത് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നതോടുകൂടി, നമ്മൾ എക്സ്പീരിയൻസ് ലേൺ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പ്രൊഡക്റ്റിനോട് എന്ത് ചെയ്യും, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും. ഇപ്പൊ നമ്മൾ വൺസ് ഒരു കേക്ക് കഴിച്ചു, ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആ കേക്ക് തന്നെ നമ്മൾ വാങ്ങാൻ തയ്യാറാവും. അവിടെ എന്താണ്, നമ്മളുടെ പർച്ചേസിങ് ബിഹേവിയറിനെ നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യാണ്, എഫക്റ്റ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ പറയുന്ന ലേണിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ആറ്റിറ്റ്യൂഡാണ്. ഒരു പേഴ്സന്റെ ഫേവറബിൾ അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഇവാലുവേഷൻ, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ. ഞാനിപ്പോൾ ഒരു സാധനം കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, അതൊട്ടും പോരാ, അത് വേണ്ട, ഞാൻ ഉപയോഗിച്ചോ നോക്കിയിട്ടോ കണ്ടിട്ടോ പോലും ഉണ്ടാവില്ല മര്യാദയ്ക്ക്, അതിന് മുമ്പ് ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു ഡയലോഗ്. അപ്പൊ അത് എന്ത് ചെയ്യാണ്, എൻ്റെ ബൈയിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യണം. അപ്പോൾ ഒരു ഓരോ വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തിനെ എഫക്ട് ചെയ്യും, അവരുടെ ബൈയിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ മോട്ടിവേഷൻ ഉണ്ട്, പെർസെപ്ഷൻ ഉണ്ട്, ലേണിംഗ് ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കഴിഞ്ഞാൽ അടുത്തത്
പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ്. പേഴ്സണൽ ഫാക്ടേഴ്സ് എന്നാൽ ഒരു വ്യക്തിയുടെ അയാളുടെ ആ ഒരു ഫാക്ടേഴ്സ്, അത് ചിലപ്പോൾ അയാളുടെ ഏജും ലൈഫ് സ്റ്റൈലും ആയിരിക്കാം, അയാളുടെ ഇൻകം ലെവൽ ആയിരിക്കാം, അയാളുടെ ഒക്യുപ്പേഷൻ ലൈഫ് സ്റ്റൈലും ആയിരിക്കാം. ഇതൊക്കെ എന്തിനെ എഫക്ട് ചെയ്യും? അയാളുടെ ബൈയിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യും. നോക്കൂ, നല്ല ഏജുള്ള ഒരാളാണെങ്കിൽ അയാൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന് അതേപോലെ ആവില്ല ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ജെൻസി ആയിട്ടുള്ള ഒരാൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആ ഒരു രീതി എന്നുള്ളത് എന്തായിരിക്കും? നമ്മുടെ ഏജ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു 5 to 8 വയസ്സാവുന്ന സിറ്റുവേഷൻ ആണ്, നമ്മൾ കൂടുതൽ എന്തുണ്ടായിരിക്കും? ടോയ്സിനോടായിരിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ. ഒരു ബേബി ആ ലെവലിലാണ്. 5 വയസ്സ് വരെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എന്തായാലും കൂടുതൽ പർച്ചേസ് ഉണ്ടായിരിക്കും. അതിനുമായിട്ടുള്ള ബേബി ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പർച്ചേസ് ചെയ്യുക. ഇനി നമ്മൾ ഒരു 18 to 25 ഒക്കെ ആ ഒരു ടൈമിലായപ്പോൾ നമ്മുടെ പർച്ചേസിങ് ബിഹേവിയർ കുറച്ചും കൂടി മാറും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റേജസ്, നമ്മളുടെ കുട്ടിയാവുക, മുതിർന്നു, അതിനുശേഷം നമ്മൾ ആ ഒരു ലെവലിൽ വളർന്നു വലുതായി വയസ്സായി മരിച്ചു പോകുന്ന വരെ ആ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ, അത് നമ്മളുടെ പർച്ചേസിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യും. ഒപ്പം നമ്മളുടെ ഏജും. നമ്മൾ 18-25 പടക്കമൊക്കെ നമ്മൾ കുറേ വാങ്ങി പൊട്ടിക്കും. ഇനി അതേസമയം നമ്മളൊരു 50 to 70 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പടക്കം വാങ്ങും. ഈ സൗണ്ടൊക്കെ നമുക്ക് അലർജി ആവും, നമ്മൾ വാങ്ങാതിരിക്കും. നമ്മൾ മെച്യൂരിറ്റി ഹിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പോൾ ഏജും ലൈഫ് സ്റ്റേജൊക്കെ എന്താണ്? നമ്മുടെ പർച്ചേസിങ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി ഇൻകം, നമുക്ക് എത്രമാത്രം വരുമാനമുണ്ട്, നമുക്ക് എത്രമാത്രം പർച്ചേസിങ് പവർ ഉണ്ട് എന്നുള്ളത് നമ്മളുടെ എന്ത് ചെയ്യാണ്? പർച്ചേസിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്ത കാര്യം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും നോക്കാതെ സാധനങ്ങൾ വാങ്ങും, പൈസ ഇല്ലെങ്കിലോ നമ്മളത് വാങ്ങില്ല. അപ്പോൾ ഓരോ കൺസ്യൂമറുടെ പർച്ചേസിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഫാക്ടറാണ് അയാളുടെ ഇൻകം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഒക്യുപ്പേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈലാണ്. മൂന്നാമത്തെ പേഴ്സണൽ ഫാക്ടർ എന്താ പറയുന്നത്? ഒക്യുപ്പേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ. എന്താണ് ഉദ്ദേശിക്കുന്നത്? എ മാനേജേഴ്സ് നീഡ് ഡിഫറെന്റ് ഫ്രം ദ ബ്ലൂ കോളർ വർക്കേഴ്സ്. ഒരു മാനേജറും ബ്ലൂ കോളർ വർക്കേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറയാറുണ്ട് മാനേജറൊക്കെ എന്താണ്? ഒരു വൈറ്റ് കോളർ ജോബ് കാര്യങ്ങളാണ് ചെയ്യുന്നതുള്ളത്. വൈറ്റ് കോളർ ജോബ് കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ വൈറ്റ് കോളർ ജോബൊക്കെ ആവണ സമയത്ത് അവർക്ക് എന്തുണ്ടായിരിക്കും? അതിൻ്റെതായിട്ടുള്ള പർച്ചേസിങ് ബിഹേവിയർ. അപ്പൊ അതിനനുസരിച്ചുള്ള ഡ്രസ്സും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുക. അപ്പോൾ പക്ഷേ അതേ സമയത്ത് ബ്ലൂ കോളർ ജോലി, അതിലും കൂടി കുറച്ച് താഴ്ന്ന ജോലിക്കാരനാണെങ്കിൽ അയാളുടെ പർച്ചേസിങ് ബിഹേവിയർ വ്യത്യസ്തമായിരിക്കും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനേജറും നിങ്ങളും തമ്മിലുള്ള പർച്ചേസിങ് ബിഹേവിയർ നോക്കുക. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനേക്കാൾ പ്രീമിയം ആയിരിക്കും മാനേജർ പർച്ചേസ് ചെയ്യുക. അപ്പൊ അവരുടെ ഒക്യുപ്പേഷൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് എന്തായിരിക്കും? നമ്മളുടെ പർച്ചേസിങ് ബിഹേവിയറിനെ, ബൈയിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതാണ് അവിടെ പറഞ്ഞത്. ഇനി അടുത്തത് സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സും നമ്മളുടെ ബൈയിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതിൽ സോഷ്യൽ ഫാക്ടേഴ്സിലെ ആദ്യത്തെ ഫാക്ടറാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളുടെ ഫാമിലി, അവരൊക്കെയാണ് ഈ റഫറൻസ് ഗ്രൂപ്പിൽ വരുന്നത്. അവർ നമ്മളുടെ എന്തുണ്ടായിരിക്കും? നമ്മളുടെ നമ്മുടെ പർച്ചേസിങ് ഒപ്പീനിയനെ, നമ്മുടെ പർച്ചേസിങ് ഡിസിഷനൊക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ ഒരു ഫ്രണ്ട് അവൻ പറയുകയാണ്, അവനത് ഉപയോഗിച്ചതൊന്നുമില്ല, പക്ഷെ അവൻ പറയാണ് എടാ അത് വേണ്ട, അത് നല്ല പ്രൊഡക്റ്റ് അല്ല, പിന്നെ നമ്മളത് പർച്ചേസ് ചെയ്യാൻ നിൽക്കില്ല. അപ്പൊ നമ്മളുടെ ആ ഒരു ഇന്നർ ഗ്രൂപ്പ്സുകൾ, നമ്മളുടെ ചുറ്റുള്ള ആൾക്കാർ, അതായത് നമ്മുടെ റഫറൻസ് ഗ്രൂപ്പ് എന്തുണ്ടായിരിക്കും? നമ്മുടെ പർച്ചേസിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യും. മറ്റൊന്ന് ഫാമിലിയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റഫറൻസ് ഗ്രൂപ്പാണ് ഫാമിലി എന്ന് പറഞ്ഞത്. ഫാമിലി മെമ്പേഴ്സ്, ഇപ്പം അച്ഛനും അമ്മയൊക്കെ നമ്മളോട് പറയുകയാണ്, അല്ലെങ്കിൽ ഉപ്പുമ്മയൊക്കെ നമ്മളോട് പറയുകയാണ് അത് വേണ്ട, ആ പ്രൊഡക്റ്റ് വാങ്ങിയാൽ ശരിയാവില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ പ്രൊഡക്റ്റ് വാങ്ങാൻ നിൽക്കില്ല. അപ്പൊ നമ്മളുടെ ബൈയിങ് ബിഹേവിയറിനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ആൻഡ് ലാസ്റ്റ് കൾച്ചറൽ ഫാക്ടേഴ്സ്. നമ്മളുടെ ബേസിക് വാല്യൂസ്, നമ്മുടെ പെർസെപ്ഷൻ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിയുടെ, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങൾ, ഈ കൾച്ചർ എന്ത് ചെയ്യുന്നു? നമ്മുടെ പർച്ചേസ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം മദ്യം ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മളുടെ ഇവിടെയുള്ള ഒരു കൾച്ചറിൽ എന്ത് ചെയ്യാണ്? തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ചുള്ള അവബോധമുണ്ട്, അതിനെക്കുറിച്ചുള്ള പെർസെപ്ഷൻ ഉണ്ട്. സോ അവരെന്ത് ചെയ്യില്ല, അത് ഉപയോഗിക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യില്ല, അത് പർച്ചേസ് ചെയ്യാൻ തയ്യാറാവില്ല. അതാണ് ആ ബൈയിങ് ബിഹേവിയറിനെ എന്ത് എഫക്ട് ചെയ്യും? നമ്മുടെ കൾച്ചർ എഫക്ട് ചെയ്യുന്നു പറഞ്ഞത്. അതേപോലെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു കൾച്ചറൽ ഫാക്ടറാണ് സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞത്.
അതായത് നമ്മളുടെ സൊസൈറ്റി ബേസ്, നമ്മളുടെ ഇൻകം ബേസ്ഡ്, എഡ്യൂക്കേഷൻ ബേസ്ഡ്, ഓക്യുപ്പേഷൻ ബേസ്ഡ് നമ്മളുടെ സൊസൈറ്റി നമ്മൾ പോലും അറിയാതെ ഹൈ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ് എന്ന് പറയണോ. അപ്പൊ നമ്മൾ അതിൽ ഏത് ക്ലാസ്, സോഷ്യൽ ക്ലാസ് വരുന്നോ എന്നുള്ളത് എന്തായിരിക്കും നമ്മളുടെ പർച്ചേസിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിപിഎൽ, എപിഎൽ തന്നെ വെള്ളക്കാട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ തരംതിരിവൊക്കെ ഉണ്ട്. ആ ഒരു സോഷ്യൽ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പർച്ചേസിങ് ബിഹേവിയർ വരിക. അപ്പോൾ ഒരു ബയ്യറുടെ അല്ലെങ്കിൽ നമ്മളുടെ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യാണ്. റീറ്റെയിലിംഗ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പേഴ്സണൽ ഫാക്ടേഴ്സ് ഉണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനൊക്കെ സബായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഇൻ ദ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഡ്യൂറിങ് എ പർച്ചേസ്. ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് കൺസ്യൂമറിന്റെ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്പുകൾ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്കറിയാം ഒരു 5 സ്റ്റേജ് മോഡലാണ് എന്തെന്ന് പറയുന്നത്, കൺസ്യൂമേഴ്സ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി, പർച്ചേസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നീഡ് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. നീഡ് റെക്കഗ്നേഷൻ ആണ് ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ്, അതായത് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നീഡ് റെക്കഗ്നേഷനിലൂടെയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഒരു നീഡ് വേണ്ടോ എന്നുള്ളത് അവർ റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, നമുക്കൊരു പുതിയ ജോലി വേണം അല്ലെങ്കിൽ ഒരു ഐഫോൺ വാങ്ങണം എന്നുള്ള ആ ഒരു നീഡ് എന്ത് ചെയ്യാണ് അവർ കാണാം. അത് സൈക്കോളജിക്കൽ ആവാം, ഫങ്ഷണൽ ആയിരിക്കാം, ഏത് തരത്തിലുള്ള നീഡ് വേണമെങ്കിലും ആവാം. അപ്പോൾ ആ നീഡ് റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പർച്ചേസ് ബൈയിങ് ഡിസിഷനിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. വൺസ് നമ്മുടെ എന്ത് ചെയ്യാണ്, നീഡ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യും. ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്ന വൺസ് നീഡ് ഈസ് ഫെൽ, ദ കൺസ്യൂമർ സെർച്ചസ് ഫോർ ഇൻഫർമേഷൻ ത്രൂ പേഴ്സണൽ സോഴ്സ്. പേഴ്സണൽ സോഴ്സുകളിലൂടെ, അതായത് നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, കൊമേഴ്ഷ്യൽ ആർട്സ്, പബ്ലിക് സോഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിന് ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഇൻഫർമേഷൻസ് ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യും. വൺസ് കുറേ ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ നമുക്കറിയാം, എനിക്കിപ്പോൾ ഒരു ഫോണാണ് വാങ്ങേണ്ടത്. ഫോണിൽ സാംസങ്, നോക്കിയ, വിവോ, ഓപ്പോ, ഇങ്ങനെ പല ബ്രാൻഡുകളുടെ ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടി. അപ്പോൾ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഞാൻ ഈ ഇൻഫർമേഷൻസ് തരുന്നെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ട്, 4 ബ്രാൻഡ് ഉണ്ട്, എനിക്കൊരു ഫോൺ വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. ഓരോ ആൾക്കാർക്ക് ഓരോ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് ചെയ്യാണ്, കൂടുതൽ സ്പെക്കുള്ള, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അത്യാവശ്യം ഫോട്ടോഗ്രാഫിക്കൊക്കെ സാധിക്കുന്ന ഒരു ഫോണാണ് വേണ്ടത്. ചില ആൾക്കാർക്ക് എഡിറ്റിങ്ങിനായിരിക്കും, ചിലർക്ക് ഗെയിമിങ്ങിനായിരിക്കും, ചിലർക്ക് നോർമൽ പർപ്പസിനായിരിക്കും. അപ്പൊ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ഇതിൽ ഓരോന്നിനും വ്യത്യാസമാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ചില സമയത്ത് നമുക്ക് ബ്രാൻഡ് ഇമേജ്, ഐഫോൺ തന്നെ വേണമെന്ന് പറഞ്ഞ് അറിയുന്നവരുണ്ടാവും. ചിലപ്പോൾ അതല്ല മറ്റു ഫോണുകൾ പറയുന്നത്. അപ്പൊ എന്താണോ നമ്മളുടെ ആ ഒരു സ്പെസിഫിക് ഫീച്ചർ, അത് കിട്ടുന്നൊരു ബ്രാൻഡ് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ പർച്ചേസ് ഡിസിഷൻ നമ്മൾ എടുക്കും. അപ്പോൾ ഈ 5 മോഡൽ ആ പർച്ചേസ് ഡിസിഷൻ നമ്മൾ എടുക്കും. ആഫ്റ്റർ നമ്മൾ ഇവാലുവേറ്റേഷൻ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമർ എന്ത് ചെയ്യും, ആ ഒരു നമ്മുടെ ബ്രാൻഡുകളൊക്കെ റാങ്ക് ചെയ്യുകയും അതിൽ നിന്ന് നമ്മളൊരു പർച്ചേസ് ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫാക്ടേഴ്സ് ലൈക്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് അതേഴ്സ് ആൻഡ് അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷണൽ വേരിയബിൾസ് ലൈക്ക് സ്റ്റിൽ ചേഞ്ച് ദ ഫൈനൽ ഡിസിഷൻ. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരുടെ ഒരു ചെറിയ ഇതൊക്കെ ഒരു 10% വരെ എന്ത് ചെയ്യും, നമ്മൾ ചേഞ്ചസ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മുടെ പർച്ചേസ് ഡിസിഷൻ എടുത്തു. ലാസ്റ്റ് ആണ് നമ്മുടെ 5ാമത്തെ സ്റ്റേജ് ആണ് പർച്ചേസ് ചെയ്യുക. നമ്മൾ പർച്ചേസ് ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത്, കൺസ്യൂമറുടെ പർച്ചേസ് പ്രോസസ് അല്ലെങ്കിൽ ബൈയിങ് പ്രോസസ്സിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അല്ലെങ്കിൽ ബൈയിങ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നീഡ് റെക്കഗ്നൈസ് ചെയ്ത് ഇൻഫർമേഷൻസ് ഒക്കെ സെർച്ച് ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിനൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് പർച്ചേസ് ഡിസിഷൻസ് എടുക്കും. പർച്ചേസ് ഡിസിഷൻ ലാസ്റ്റ് നിമിഷം വരെ മാറാൻ 10% ചാൻസ് ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ബൈയിങ് അല്ലെ, കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഡ്യൂറിങ് എ പർച്ചേസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിത് 20 മാർക്ക് അല്ല, മറ്റൊരു ക്വസ്റ്റിന്റെ കൂടെ ഇപ്പോൾ മെർക്കൻഡൈസ് മാനേജ്മെന്റ് ഒക്കെ കൂടെ 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത്
എന്താണ് ബിസിനസ് എത്തിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ എത്തിക്കൽ ആൻഡ് നോൺ എത്തിക്കൽ ബിഹേവിയർ ഇൻ റീറ്റെയിലിംഗ്. എന്താണ് എത്തിക്സ്, ബിസിനസ് എത്തിക്സ് എന്താണ്, ആൻഡ് എത്തിക്കൽ ആൻഡ് നോൺ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആണ് എന്താണ് നമ്മുടെ റീറ്റെയിലിംഗിൽ ഉള്ളത്, എന്താണ് എത്തിക്സ് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തുള്ള ബെനഫിറ്റ്സ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. നോക്കൂ, എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ മോറൽ കോഡാണ് ഫോർ ഹ്യൂമൻ ബിഹേവിയർ. നമ്മൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മളൊരു ബിസിനസ് എൻവയോൺമെന്റിൽ ഈ രീതിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇങ്ങനെയാണ് സൊസൈറ്റിയിലൂടെ എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ എന്താണ് മോറൽ കോഡാണ് എന്തെന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. അതായത് കറക്റ്റ് ആയിട്ട് റോങ്ലി ഡൂ ചെയ്യാതെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ലോ പ്രകാരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ലേണിംഗ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ആൻഡ് ദം ഡൂയിങ് ദ റൈറ്റ് തിങ്. എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്ന് മനസ്സിലാക്കി നല്ലത് മാത്രം ചെയ്യുകയും ചെയ്യുന്നതാണ് ബിസിനസ് എത്തിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് എത്തിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈൻസ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ലോസും റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുക. നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഓരോ ആക്ട് ഇപ്പോൾ കമ്പനി ആണെങ്കിൽ കമ്പനീസിന്റെ ആക്ട്, CSR ആക്ടിവിറ്റി അതൊക്കെ കംപ്ലൈൻസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ചെയ്തു പോവുക. അതൊരു എത്തിക്കൽ ബിഹേവിയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ അവരുടെ നല്ല ഫെയർലി ഡീൽ ചെയ്യുക, അവർക്ക് സേഫ്റ്റി സെക്യൂരിറ്റി ഒരുക്കുക, അവരെ കൺസ്യൂമർ റൈറ്റ്, അതായത് റൈറ്റ് ടു ആസ്ക്, റൈറ്റ് ടു എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് യൂസ് ചെയ്ത് നോക്കാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ, അതായത് കൺസ്യൂമറിന്റെ ഇൻട്രസ്റ്റും കൺസ്യൂമർ റൈറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. അതെന്ത് ചെയ്യാണ്, എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുക, അതായത് സബ്സ്റ്റൻഷ്യൽ റിസ്ക് ഉണ്ടാവും ഓരോ പ്രൊഡക്റ്റിനുമായി അസോസിയേറ്റ് ചെയ്യുക, അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുക. അതായത് പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ബിസിനസ് ചെയ്യാതിരിക്കുക. അത് മറ്റൊരു എന്ത് ചെയ്യാണ്, എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എത്തിക്കൽ ഡൂയിങ് ഓഫ് ബിസിനസ് ആണ്. പിന്നെ ഫെയർ ഡീലിംഗ്, നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ കാണുക, എല്ലാ സപ്ലൈസിനും ഒരേപോലെ കാണുക, കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ഫെയർലി ആയിട്ട് ചെയ്യുക. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസോ കാര്യങ്ങളോ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെ ബിസിനസ്സിൽ എന്താണ് എത്തിക്കൽ ഡയമെൻഷൻസ് അല്ലെങ്കിൽ എത്തിക്കൽ ബിഹേവിയർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നോൺ എത്തിക്കൽ ബിഹേവിയർ ഉണ്ട്. അതിലൊന്നാണ് ഡിസെപ്റ്റീവ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രൈസിങ് നമ്മൾ ഉപയോഗിക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനോട് നമ്മൾ 10 രൂപയ്ക്ക് നമുക്ക് പ്രൊഡക്റ്റ് കടയ്ക്ക് വരുമ്പോൾ അവിടെ 100 രൂപേന്റെ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരത്തിൽ എന്ത് ചെയ്യുകയാണ്, കസ്റ്റമേഴ്സിനെ നമ്മൾ പറ്റിക്കുക. അതാണ് ഒന്നാമത്തെ നോൺ എത്തിക്കൽ ബിഹേവിയറിൽ വരുന്നത്. പിന്നെ ഷോപ്പ് ലിഫ്റ്റിംഗ് ആൻഡ് തെഫ്റ്റ്. ഇറ്റ്സ് ഇൻക്ലൂഡ് കസ്റ്റമേഴ്സ് പിലിഫറേജ് ആൻഡ് എംപ്ലോയി തെഫ്റ്റ് ഓഫ് ക്യാഷ് ഓർ മെർക്കൻഡൈസ്. ഒന്ന് കസ്റ്റമേഴ്സിന്റെ ഷോപ്പ് ലിഫ്റ്റിംഗ് ആയിരിക്കാം, അതായത് നമ്മൾ സാധനങ്ങളൊക്കെ ഇതാക്കുക. പിന്നെ ഒന്നെന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ തെഫ്റ്റ്, അതുപോലെ എന്താണ് ഷോപ്പ് ലിഫ്റ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിലുണ്ടാവുന്ന എന്ത് ചെയ്യുക തെറ്റുകളൊക്കെ എന്ത് ചെയ്യുക, മറ്റൊരു അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിഹേവിയർ ആണ്. പിന്നെ ഇംപ്രോപ്പർ സ്റ്റിക്കർ പ്രൈസിങ്, അതായത് ഡെലിബറേറ്റ്ലി എന്ത് ചെയ്യാണ്, കസ്റ്റമേഴ്സിനെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ പ്രൈസിങ് കാര്യങ്ങൾ ചെയ്യുക. അതായത് പ്രൈസ് ഓഫ് ആൻഡ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, മിസ്ലീഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാണിക്കുക. ആക്ച്വലി അത്ര ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ കൂട്ടി കാണിക്കും, ചിലപ്പോൾ നമ്മൾ അത് എടുത്ത് ബില്ലടിക്കുമ്പോഴായിരിക്കും. ഇപ്പൊ നമ്മൾ റീസെന്റ് ഒരു ഷോപ്പിന്റെ കുറെ വീഡിയോസ് അങ്ങനെ കണ്ടു. അവിടെ നിന്ന് എന്ത് ചെയ്യും, ബാഗിനൊക്കെ 300-390 വില ഇടും, അവിടെ അടിക്കുന്ന സമയത്ത് 600 രൂപ കാണിക്കുക. അപ്പൊ അത്തരത്തിൽ സ്റ്റിക്കറിൽ എന്ത് ചെയ്യുക, തെറ്റുകൾ വരുത്തി കാണിക്കുക. പിന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ, അതായത് ഫാൾസ് ക്ലെയിംസും പ്രൊമോഷണൽ സെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ അൺഎത്തിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് എന്ത് ചെയ്യില്ല, എത്തിക്കലി ബിഹേവ് ചെയ്തു നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എത്തിക്സിനെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യണ്ടാവും, നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതിൽ ഒന്നാമത് നമ്മുടെ സൊസൈറ്റിനെ ഓവറോൾ അത് ഇംപ്രൂവ് ചെയ്യും. അതായത് ലീഡേഴ്സൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ്ലി ആണ് ഓരോ കാര്യങ്ങളിലും കറക്റ്റായിട്ട് ആക്ട് ചെയ്തു, ചേഞ്ചസ് ഉണ്ടാവുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, റാപ്പിഡ് ചേഞ്ചസിലോട്ട് കാര്യങ്ങളോടൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ചെയ്യുകയും ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ സൊസൈറ്റിയെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
കറക്റ്റായിട്ട് എത്തിക്സ് മാനേജ് ചെയ്ത് നമുക്ക് സാധിക്കും. പിന്നെ ടീം വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ഓപ്പണൻസ് ആയിട്ടുള്ള ഒരു ടീം വർക്ക്, ഇന്റഗ്രിറ്റിയും ട്രസ്റ്റും ഒക്കെ എംപ്ലോയീസിന് ഇടയിലടക്കം ട്രസ്റ്റ് അടക്കം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. പിന്നെ ലീഗൽ കംപ്ലയൻസ്, അപ്പോൾ ഓർഗനൈസേഷൻ പോളിസീസ് കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്സ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ലീഗൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോസ്റ്റുകൾ നമുക്ക് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ എന്തായിരിക്കും, അവർ ഇന്റഗ്രിറ്റി അതനുസരിച്ച് ലോയൽ ആയിട്ടാണ് എന്ത് ചെയ്യും, നമ്മളെ പുറത്ത് കാണും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലോയൽ കസ്റ്റമേഴ്സ് വരും, അതോടൊപ്പം തന്നെ നല്ല ലോയലായ എംപ്ലോയീസ് വരും. ഓവറോൾ നമ്മളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ എന്ത് ചെയ്യും പോസിറ്റീവ് പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അത് കാരണമാവും. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ്സിൽ എത്തിക്സ് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എത്തിക്സ് എന്താണ്, എത്തിക്കൽ ബിഹേവിയർ എന്താണ്, നോൺ എത്തിക്കൽ ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ്, കറക്റ്റായിട്ട് എത്തിക്സ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ ഫാസ്റ്റ് അഡോപ്ഷൻ ഓഫ് ടെക്നോളജി ഇൻ ദ റീറ്റെയിൽ സെക്ടർ ആൻഡ് ഹൈലൈറ്റ്സ് ദ ട്രെൻഡ്സ് കറന്റ്ലി അപ്ലൈഡ്. എന്താണ് ഫാസ്റ്റ് ആയിട്ട് നമ്മളുടെ റീറ്റെയിൽ സെക്ടറിൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം, എന്താണ് അതിന്റെ ഹൈലൈറ്റ്സ്, കറന്റ്ലി അപ്ലൈ ചെയ്യുന്ന ഹൈലൈറ്റ്സ് ട്രെൻഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, has become a facilitator that enhance the efficiency of any retail activity or process. നമ്മളുടെ പഴയ കാലത്ത് ടെക്നോളജി ഇല്ല, എന്നാൽ ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾ ടെക്നോളജിയിലോട്ടാണ് ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളുടെ റീറ്റെയിൽ ഇൻഡസ്ട്രി എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, ടെക്നോളജി ആവശ്യമാണ്. അതായത് നമുക്ക് സർവൈവ് ചെയ്ത് പോകണം, അതുപോലെ കോമ്പറ്റീഷനിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നോളജി അഡാപ്ഷൻ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, നോക്കിയ ഫോൺ അഡാപ്ഷൻ ചെയ്യാൻ ഇതാക്കില്ല, ആ ഒരു മാർക്കറ്റിൽ നിന്ന് തന്നെ വാനിഷ് ഔട്ട് ആയി പോയി ആ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യണം, അവര് മറ്റ് റീറ്റെയിൽ ഇൻഡസ്ട്രീസ് ചെയ്യുന്ന പോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വാൾമാർട്ടൊക്കെ എന്ത് ചെയ്യാണ്, ടെക്നോളജി യൂസ് ചെയ്യാണ് എന്തിനു വേണ്ടി, ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എവിടെ നമ്മൾ സപ്ലൈ ചെയിനിൽ എവിടെ ഗുഡ്സ് അയച്ചാലും അത് കൃത്യമായിട്ട് ട്രാക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളും അവരെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബിസിനസ് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിലും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവണമെന്നുണ്ടെങ്കിലും ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്തേ പറ്റണം. അതാണ് ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത്. പിന്നെ എഫിഷ്യൻസി ആൻഡ് സ്പീഡ്. അപ്പോൾ നമുക്കറിയാം ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ വന്നു. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെയർ ഹൗസിൽ പാക്ക് ചെയ്യാൻ ഇൻഫർമേഷൻസ് കാര്യങ്ങളും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഓട്ടോമേറ്റീവ് ടൂൾസ് വന്നു, മെസ്സേജിന് റിപ്ലൈ. ഈ ഓട്ടോമേറ്റീവ് ടൂൾസ് കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഴ്സണൽ കോസ്റ്റുകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ എന്തായി, എല്ലാ റീറ്റെയിൽ ഇൻഡസ്ട്രീസും ഈ ഒരു രീതിയിലോട്ട് മാറാൻ നിർബന്ധിതമായി. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി സ്പീഡും കൂടി, അതെന്താണ്, അതോടുകൂടി നമുക്ക് പേഴ്സണൽ കോസ്റ്റ് കുറയ്ക്കാൻ സാധിച്ചു. ഇതും ടെക്നോളജി ഫാസ്റ്റായിട്ട് അഡോപ്റ്റ് ചെയ്തതിനുള്ള ഒരു കാരണമാണ്. പിന്നെ കസ്റ്റമേഴ്സിന്റെ ലോയലിറ്റി. ഇപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് CRM ഒക്കെ വന്നത് കൂടി നമുക്ക് എന്തായിരിക്കും, കൂടുതലും മാർക്കറ്റിന്റെ സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഓരോരോ വ്യക്തി കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കറക്റ്റ് ആയിട്ടുള്ള റിവാർഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. അത് എന്താണ്, കസ്റ്റമറിന്റെ ലോയലിറ്റി ഇൻക്രീസ് ചെയ്യാനും നമുക്ക് ഓവറോൾ നമ്മളുടെ എന്തായാലും അതിനനുസരിച്ച് നമുക്ക് ഗ്രോത്ത് ചെയ്യാനും സാധിച്ചു. അതായത് കസ്റ്റമർ ലോയലിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന കാരണം അതെന്താണ്, നമ്മളുടെ ഈ ഒരു ടെക്നോളജിയുടെ യൂസ് ആണ്. അത് ഓവറോൾ എന്ത് ചെയ്യേണ്ടി വന്നു, നമ്മുടെ എല്ലാ റീറ്റെയിൽ ഇൻഡസ്ട്രീസും യൂസ് ചെയ്യേണ്ടി വന്നു. അതാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ആക്യുറസിയാണ്. ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റംസ് ലൈക്സ് ബാർകോഡിംഗ് എൻഷുർ എറർ ഫ്രീ ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് ഫാസ്റ്റർ ബില്ലിംഗ്. നമുക്ക് സാധാരണ നമ്മൾ എന്ത് ചെയ്യാണ്, ഷോപ്പിലൊക്കെ പോയിട്ട് എഴുതി കൂട്ടുമ്പോൾ
നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇവരെന്തൊക്കെയോ എഴുതുന്നു, നമുക്ക് ചിലപ്പോൾ വായിക്കാൻ കിട്ടാത്തായിരിക്കും. പക്ഷേ ബാർകോഡ് സിസ്റ്റം ഒക്കെ കറക്റ്റ് നെയിം, ഇത്ര ക്വാണ്ടിറ്റി, ഇതാണ് ഇതിന്റെ പ്രൈസ്, ഇതാണ് ഡിസ്കൗണ്ട് പ്രൈസ്, കറക്റ്റ് ടോട്ടൽ ഇത്ര സേവ് ചെയ്തു, അങ്ങനത്തെ ഒരു ബില്ലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക, ബില്ലുകൾ വന്നുകൂടി കസ്റ്റമേഴ്സ് എന്ത് ചെയ്തു കൂടുതൽ ഇതിലോട്ട് സ്വിച്ച് ചെയ്യാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കലി എല്ലാ റീറ്റെയിൽ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും ഇതിലോട്ട് മാറേണ്ടത്. അപ്പോൾ ഓവറോൾ ആക്യുറസി കാര്യങ്ങൾ എന്ത് ചെയ്യുക ടെക്നോളജി വന്നുകൊണ്ട് ഇൻക്രീസ് ആയി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്, നമുക്ക് റീറ്റെയിൽ ഇൻഡസ്ട്രീസിൽ ടെക്നോളജി ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടെക്നോളജിക്കൽ ട്രെൻഡ്സ് നമ്മൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പോയിന്റ് ഓഫ് സെയിൽ, പോസ്റ്റ് സെയിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ക്യാപ്ചർ സെയിൽസ് ഡാറ്റ, മോണിറ്റർ ക്യാഷ് ഫ്ലോ ആൻഡ് ഹെൽപ്പ് ദ ഇൻവെന്ററി മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന, ക്യാഷ് ഫ്ലോസിനെ മോണിറ്റർ ചെയ്യുന്ന, സെയിൽസിനെ കറക്റ്റ് ക്യാപ്ചർ ചെയ്യുന്ന പോയിന്റ് ഓഫ് സെയിൽ സോഫ്റ്റ്വെയർ നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ വന്നു, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രാക്കിംഗ് ചെയ്യാം മെർക്കൻഡൈസിന്റെ, അതായത് നമ്മളുടെ എന്തിനാണ് സ്റ്റോക്കിന്റെ മൂവ്മെന്റ് കാര്യം, നമ്മുടെ ഓർഡർ അതിന്റെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ത്രൂ ഔട്ട് ദ സ്റ്റോറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ വന്നു. പിന്നെ ERP എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയറുകൾ വന്നത്. ഇതിലൂടെ നമുക്ക് എല്ലാ ഫംഗ്ഷൻസും വെയർ ഹൗസിംഗും മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെ, അതായത് ഫ്രണ്ട് ഓഫീസ് സ്റ്റോർ സിസ്റ്റം വരെ നമുക്ക് ഒരൊറ്റ ശൃംഖലയിലൂടെ കൊണ്ടുവരാൻ സാധിച്ചു. ഇതൊക്കെ എന്താണ് ഈ ടെക്നോളജി അഡോപ്ഷൻ ഇൻ റീറ്റെയിലിങ്ങിലൂടെ മാത്രം സാധിച്ചതാണ്. അപ്പോൾ പോസ് ആണെങ്കിലും RFID ആണെന്നുണ്ടെങ്കിലും ERP ആണെങ്കിലും ഒക്കെ ഏറ്റവും റീസെന്റ് റീറ്റെയിലിംഗിൽ കൊണ്ടുവന്നിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇ-ടെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് ആണ് അല്ലേ, സെല്ലിംഗ് ഗുഡ്സ് ത്രൂ ഓൺലൈൻ ത്രൂ വെബ്സൈറ്റ് ആൻഡ് ആപ്സും, അതൊരു പുതിയ ട്രെൻഡ് ആക്കിയിട്ട് വന്നതാണ്. പിന്നെ പേയ്മെന്റ് ഗേറ്റ്സ് വേ കൊണ്ടുവന്നു, സ്വന്തമായിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ്സ് വേ കൊണ്ടുവന്നു. അതായത് പ്ലാസ്റ്റിക് മണി, ഇവിടെ നമുക്ക് എന്താ ആവശ്യമില്ല, നമുക്ക് ഫിസിക്കൽ ക്യാഷ് ആവശ്യമില്ല, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ തന്നെ Paytm, UPI ഇതൊക്കെ എന്താണ് ഇത്തരത്തിൽ വന്ന ഗേറ്റ് വേസ് ആണ്. ഇതൊക്കെ റീറ്റെയിലിംഗ് ഇൻഡസ്ട്രീസിൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തതിലൂടെയാണ് കൂടുതലും ഈ ട്രെൻഡ്സുകളൊക്കെ വളർന്നിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, UPI ഇത്രയും വളരാൻ കാരണം തന്നെ ഷോപ്പുകളിലൊക്കെ എന്ത് ചെയ്യാണ് ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഷോപ്പുകളാണ്, അതൊക്കെ അതൊന്നും മാനുഫാക്ചർ ഷോപ്പുകളല്ല. ഈ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ വന്നുകൊണ്ടാണ് ഇത്ര വലിയ ടെക്നോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാവാൻ തന്നെ കാരണമായത്. അപ്പൊ നമ്മുടെ റീറ്റെയിൽ ഇൻഡസ്ട്രീസിൽ പോസ് ആണെങ്കിലും RFID ആണെങ്കിലും ERP ആണെന്നുണ്ടെങ്കിലും ഇ-ടെയിലിംഗ് ആണെങ്കിലും പേയ്മെന്റ് ഗേറ്റ് വേ ഒക്കെ ഇന്ന് പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ട്രെൻഡുകളാണ്, ടെക്നോളജിക്കൽ ട്രെൻഡുകളാണ്. ഇങ്ങനെ വേണം നമ്മൾ ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് സോഴ്സിംഗ്? ഡിഫൈൻ സോഴ്സിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫാക്ടർ ദാറ്റ്സ് അഫക്റ്റിംഗ് ഗ്ലോബൽ സോഴ്സിംഗ് ഡിസിഷൻ ആൻഡ് സപ്ലയർ സെലക്ഷൻ ക്രൈറ്റീരിയ. എന്താണ് സോഴ്സിംഗ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ എന്ത് ചെയ്യണം ഗ്ലോബൽ സോഴ്സിംഗ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നത്, എന്താണ് സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യേണ്ട ക്രൈറ്റീരിയ, ഇതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ ഞാനിവിടെ എല്ലാം എന്ത് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള ക്രിസ്പായിട്ട് കൊടുത്താൽ പോകുന്നത്, ഞാൻ ഐഡിയാസ് എന്ത് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്താൽ പോകുന്നത്. നിങ്ങൾ വേണം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്തിട്ട് വേണം എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ഷോർട്ടായിട്ടായിരിക്കും ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് നെഗോസിയേഷൻ വിത്ത് ദ സപ്ലയർ ടു ബൈ quality merchandise at a reasonable price at the reselling it to customers for a profit. എന്താണ് നമ്മൾ നമ്മുടെ സപ്ലയേഴ്സിനോട് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യാണ് കസ്റ്റമേഴ്സിനോട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി മെർക്കൻഡൈസ് അവരെന്ത് ചെയ്യുക റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങുന്നു, അത് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക ഒരു പ്രോഫിറ്റിൽ റീസെയിൽ ചെയ്യുന്നു. ഇതാണ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം എവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് എന്നുള്ളതാണ് ആ സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ സോഴ്സിംഗ് ചെയ്യുന്ന സമയത്ത് അതിനെ എഫക്ട് ചെയ്യുന്ന ആദ്യത്തെ കാര്യം തന്നെ കൺട്രി ഓഫ് ഒറിജിൻ ആയിരിക്കും. എവിടെയാണ് എന്ത് ഉള്ളത് ഈ റീറ്റെയിലേഴ്സ് ഉള്ളത് എന്നുള്ള ആ റീറ്റെയിലേഴ്സ് കൺസിഡർ എന്ത് ചെയ്യാണ് റെപ്യൂട്ടേഷൻ ആണ്. ഇപ്പോൾ ചൈനീസ് പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ വാച്ചൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ ജപ്പാനൊക്കെ സെലക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു റെപ്യൂട്ടേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് കൺട്രിയിലാണ് എന്തെങ്കിലും ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ കൺട്രി ഒറിജിൻ എന്ത് ചെയ്യും നമ്മൾ ഗ്ലോബൽ സോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യും. എന്താ ഗ്ലോബൽ സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റർനാഷണൽ ആയിട്ട് എന്ത് ചെയ്യുക നമ്മളുടെ സപ്ലയറെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഗ്ലോബൽ സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ നാഷണൽ വിട്ടുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ ക്രോസ് ബോർഡർ ബൗണ്ടറീസ് കടന്നുകൊണ്ട് എന്ത് ചെയ്യാണ് നമ്മളുടെ സപ്ലയറെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഗുഡ്സ് അവിടുന്ന് കൊണ്ടുവരും. അതാണ് ഗ്ലോബൽ സോഴ്സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത്
നമ്മളുടെ കൺട്രി ഓഫ് ഒറിജിൻ നമ്മൾ നോക്കും, എവിടെ നിന്നാണ് നമ്മുടെ ഈ സോഴ്സ് വരുന്നത്, ആ സോഴ്സിന്റെ റെപ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. രണ്ടാമത് ഫോറിൻ കറൻസി ഫ്ലക്ച്വേഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ USA അമേരിക്കയുമായിട്ട് ചെയ്യുകയാണെങ്കിൽ $1 ഇന്ന് നമ്മൾ 94 രൂപ 62 പൈസ കൊടുക്കണം. ഇത് നമ്മൾ ഇതിലോട്ട് വന്നു, ഇനിയിപ്പോൾ നാളെ ആകുമ്പോഴേക്കും ചിലപ്പോൾ 106 രൂപ 16 പൈസ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഫ്ലക്ച്വേഷൻസ് നമ്മൾ നോക്കും. അപ്പോൾ ഫോറിൻ കറൻസി ഫ്ലക്ച്വേഷൻസ് ഏറ്റവും കുറവുള്ള എന്നാൽ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള കൺട്രീസൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും പർച്ചേസ് ചെയ്യുക. അതൊന്ന്. പിന്നെ മറ്റൊന്ന് ടാക്സ് ആൻഡ് GST ആണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടീസും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ടാക്സ് സ്ട്രക്ചേഴ്സ് കാര്യങ്ങൾ, അതായത് GST ഒക്കെ നമുക്കറിയാം, നമ്മൾ ഫൈനൽ കോസ്റ്റ് എന്ത് ചെയ്യുക ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണല്ലേ. അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഏത് കൺട്രി ആണ് അല്ലെങ്കിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഗ്ലോബൽ സോഴ്സ് എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് മറ്റൊരു ഫാക്ടർ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ഗ്ലോബൽ സോഴ്സിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളൊരു സപ്ലയറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സപ്ലയറുടെ റിലയബിലിറ്റി, അതായത് അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഓർഡർ കറക്റ്റായിട്ട് തരാൻ പറ്റുമോ, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി ഉണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ടോ, അതുപോലെ അയാളുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്, ആ കമ്പനി ഇപ്പോൾ പെട്ടെന്ന് കൂട്ടിപ്പോവോ എന്നുള്ള കാര്യം, ആ ഒരു സപ്ലയറുടെ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു സപ്ലയറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നൊന്ന് ഓഫേർഡ് പ്രൈസ് ആണ്, ഏത് പ്രൈസിലാണ് നമുക്ക് തരുന്നത് എന്നുള്ളത്. ദ പ്രൈസ് മസ്റ്റ് ബി ഇൻക്ലൂസീവ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ലെവീസ് ആൻഡ് ക്രെഡിറ്റ് പീരീഡ്. നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രൈസ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് പീരീഡ് എത്ര തരുന്നുണ്ട്, ഇതും നമ്മൾ സപ്ലയറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് മറ്റൊരു ക്രൈറ്റീരിയ. പിന്നെ ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്ത് ആ ഓർഡർ എന്ത് ചെയ്യാണ് നമുക്ക് റിസീവ് ചെയ്യുന്ന ആ ടൈം ഡ്യൂറേഷൻ ആണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അത് കോൺസിസ്റ്റന്റ് ആയിട്ട് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ സപ്ലയർ ആയിട്ട് സെലക്ട് ചെയ്യുക. അത് എത്രമാത്രം ഉണ്ട്, എന്താണ് നമ്മുടെ ലീഡ് ടൈം എന്നുള്ളത് നമ്മളെ എഫക്ട് ചെയ്യും. പിന്നെ ഒന്ന് എത്തിക്കൽ ബിഹേവിയർ ആണ്. സപ്ലയർ എന്തായിരിക്കും, ഹോണസ്റ്റ് ആയിരിക്കാം, എത്തിക്കലി ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ലോങ് ടൈം ബിസിനസ് റിലേഷൻഷിപ്പ്, ട്രസ്റ്റ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സപ്ലയർ ആണോ എന്നുള്ളത് എന്തായിരിക്കും സപ്ലയറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന ഒരു ക്രൈറ്റീരിയ ആയിരിക്കും. മറ്റേ നമുക്ക് തന്നെ ഒരു പ്രശ്നം, ഇയാൾ നമ്മളെ ചതിക്കോ എന്നുള്ളൊരു കാര്യം. പിന്നെ ഒന്ന് റിസ്ക് കൺസ്ട്രെയിൻസ് ആണ്. റിസ്ക് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ദ സപ്ലയേഴ്സ് മസ്റ്റ് ബി ഇവാലുവേറ്റ് ഫോർ ദെയർ എബിലിറ്റി ടു ഹാൻഡിൽ റിസോഴ്സ് കൺസ്ട്രെയിൻ ഓർ അതർ റിസ്ക്. അതായത് സപ്ലയേഴ്സിന് ഒരുപാട് റിസ്കുകൾ ഉണ്ടാവും. നമുക്കറിയാം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അൺസേർട്ടൈൻ ആണ്, നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആ റിസ്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന റിസോഴ്സ് കൺസേൺ, റിസോഴ്സ് കുറവായിരിക്കും, അതൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണോ നമ്മുടെ സപ്ലയർ എന്നുള്ളത് നോക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ സപ്ലയറെ ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ട് എന്തായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു സപ്ലയറെ സെലക്ട് ചെയ്യുന്നതിലും ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്ന് അയാളുടെ റിലയബിലിറ്റി നോക്കും, അയാളുടെ തരുന്ന ഓഫർ പ്രൈസസ് നോക്കും, ലീഡ് ടൈം നോക്കും, എത്തിക്കൽ ബിഹേവിയർ നോക്കും, റിസ്ക് കൺസ്ട്രെയിൻസ് നോക്കും, അയാൾക്ക് റിസ്ക് എത്രമാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സപ്ലയറെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു മെഷർ ദ പെർഫോമൻസ് ഓഫ് എ റീറ്റെയിൽ സ്റ്റോർ? എങ്ങനെയാണ് ഒരു റീറ്റെയിൽ സ്റ്റോറിന്റെ പെർഫോമൻസ് നമ്മൾ നോക്കുക? ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്പേസ് ആൻഡ് ഫൈനാൻഷ്യൽ മെഷർ. എക്സ്പ്ലെയിൻ സ്പേസ് ആൻഡ് ഫൈനാൻഷ്യൽ മെഷർ എന്നുള്ളതാണ് ചോദ്യം. അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു റീറ്റെയിൽ ഷോപ്പിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മെഷർ ചെയ്യുക നോക്കൂ. The retailers must measure the performance to ensure operational efficiency. അപ്പോൾ നമ്മുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അറിയുന്നതിന് വേണ്ടിയിട്ടും ഓരോ റീറ്റെയിലേഴ്സും അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് പലതരത്തിലുള്ള മെഷേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ആണ് സെയിൽസ് പെർ സ്ക്വയർ ഫൂട്ട് എന്ന് പറയുന്നത്, സെയിൽസ് പെർ സ്ക്വയർ ഫൂട്ട് അഥവാ SPF മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് മെഷർ ഹൗ വെൽ ദ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഈസ് യൂസിങ് ദ അലോക്കേറ്റഡ് ഫ്ലോർ സ്പേസ്. എത്ര മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റീറ്റെയിൽ ഷോപ്പ് അതിന്റെ ഫ്ലോർ സ്പേസ് കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുക. പ്രധാനമായിട്ടും ഫാഷൻ റീറ്റെയിലിംഗിലാണ് നമ്മൾ ഏതല്ല
സെയിൽസ് പെർ സ്ക്വയർ ഫൂട്ടിൽ നമ്മൾ നോക്കുന്നത്. അതാണ് ഫസ്റ്റത്തെ ഒരു മെത്തേഡ്, പെർഫോമൻസ് മെഷറിലുള്ള ഒരു മെഷർ എന്ന് പറയുന്നത്. രണ്ടാമത് സെയിൽസ് പെർ ലീനിയർ ഫൂട്ട്. നമ്മൾ സ്ക്വയർ ഫൂട്ട് പറഞ്ഞാൽ ഇവിടെ ലീനിയർ ഫൂട്ട് ആണ്. നമ്മുടെ പ്രധാനമായിട്ടും മൾട്ടി ഷെൽഫ് ഫിക്ചേഴ്സ് ഇല്ല, അതായത് ഗ്രോസറി ട്രാക്സ് ഒക്കെ ഉള്ള ഷോപ്പുകൾക്കാണ് സെയിൽസ് പെർ ലീനിയർ ഫൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് മെഷർ ചെയ്യുന്നത്? ഇറ്റ് മെഷർ പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ഓൺ ദി ഫൂട്ടേജ് ഓഫ് ഷെൽഫ് സ്പേസ് അലോക്കേറ്റഡ്. അപ്പൊ ഷെൽഫ് സ്പേസ് അലോക്കേറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിലും എത്രമാത്രം ഫൂട്ടേജ് വന്നിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്യാം. അപ്പൊ ഓരോന്നിനും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യാം. പ്രധാനമായിട്ടും ഗ്രോസറി ഷോപ്പുകളിലൊക്കെയാണ് സെയിൽസ് ഫോർ ലീനിയർ ഫൂട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കാം. ഇനി മറ്റൊന്ന് സെയിൽസ് പെർ ക്യൂബിക് ഫൂട്ട് ഉണ്ട്. എന്താ സെയിൽസ് പെർ ക്യൂബിക് ഫൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് എന്ത് ചെയ്യാണ്, ലെങ്ത്, വിഡ്ത്ത്, ഡെപ്ത് ഓഫ് ദി ഫിക്ചേഴ്സ്, അതായത് ഫ്രോസൺ ഫുഡ്സിലും ഡംപിംഗ് ഡിസ്പ്ലേസിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും സെയിൽസ് പെർ ക്യൂബിക് ഫൂട്ട് നമ്മൾ ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന കമ്പനീസിനെ നമ്മൾ നോക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റീറ്റെയിൽ ഷോപ്പുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, പെർഫോമൻസ് മെഷർ ചെയ്യാനാണ് സെയിൽസ് പെർ ക്യൂബിക് ഫൂട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, നമ്മളുടെ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, നമ്മളുടെ റീറ്റെയിലേഴ്സിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്നും കൂടി എന്താ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വിത്ത് സ്പേസ് ആൻഡ് ഫൈനാൻഷ്യൽ മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ഫൈനാൻഷ്യൽ മെഷറാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ROI എന്ന് പറയും. അതായത് നമുക്ക് എത്ര ഗെയിൻ ഉണ്ടായി, എത്ര കോസ്റ്റ്. നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടി എന്ന് നമ്മൾ നോക്കുന്നതാണ് ROI എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമുക്ക് എത്ര റിട്ടേൺ, അപ്പൊ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കും. പിന്നെ നെറ്റ് പ്രസന്റ് വാല്യൂ അഥവാ NPV നോക്കും, അതായത് ദ സം ഓഫ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഫ്ലോ അസോസിയേറ്റ് വിത്ത് എ പ്രൊജക്ട്. ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ക്യാഷ് ഫ്ലോ ഉണ്ടാവും നോക്കും, അതിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ നോക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പെർഫോമൻസ് മെഷർ ചെയ്യാറുണ്ട്. പിന്നെ ഗ്രോസ് മാർജിൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ബേസ് നമ്മൾ നോക്കാറുണ്ട്. അതായത് റേഷ്യോ ഓഫ് ഗ്രോസ് മാർജിൻ ഓഫ് എ കമ്പനി ഏൺസ് ദ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ സ്റ്റോക്ക്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ 1 ലക്ഷം രൂപ ഒരു ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അതേ സാധനം നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിന്റെ റിട്ടേൺ നമ്മൾ കമ്പയർ ചെയ്യും. അത് വെച്ച് നമ്മൾ നോക്കുന്നതാണ് ഗ്രോസ് മാർജിൻ റിട്ടേൺ ടു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ പേ ബാക്ക് പീരീഡ്, നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് എത്ര വർഷം കൊണ്ട് നമുക്ക് റിക്കവർ ആയിട്ട് കിട്ടും, അപ്പൊ അതിന്റെ ഇനിഷ്യൽ ക്യാഷ് ഔട്ട്ലേ എന്താണ് ആ പ്രൊജക്ടിന്റെ എന്നതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫൈനാൻഷ്യൽ മെഷേഴ്സ് നമ്മൾ ചെയ്യാറുണ്ട്. എന്തിന്റെ, ഒരു റീറ്റെയിൽ ബിസിനസിന്റെ. അപ്പോൾ ഒരു റീറ്റെയിൽ ബിസിനസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഈ റീറ്റെയിലിന്റെ ഫൈനാൻഷ്യൽ മെഷേഴ്സ് നമുക്കുണ്ട്. ആ ഒരു പ്രോഫിറ്റബിൾ ആവുമോ, അത് നമ്മൾ നിലനിൽക്കോ, എന്താണ് അതിന്റെ സിറ്റുവേഷൻ, എന്താണ് അതിന്റെ പെർഫോമൻസ് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കൂ. സ്റ്റേറ്റ് ദ ഇമ്പോർട്ടന്റ് ലീഗൽ ആക്ട്സ് ഗവേണിംഗ് റീറ്റെയിലിംഗ് ഇൻ ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് GST ഫോർ ദ റീറ്റെയിൽ ഇൻഡസ്ട്രി. റീറ്റെയിൽ ഇൻഡസ്ട്രിക്ക് GST ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഗൽ ആക്ട്സ്, അതായത് നമ്മുടെ റീറ്റെയിലിംഗിൽ ഇന്ത്യനെ ഗവേൺ ചെയ്യുന്ന ലീഗൽ ആക്ട്സ് ഏതൊക്കെയാണ്, അതായത് നിയമവ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, എ ഹോസ്റ്റ് ഓഫ് ലെജിസ്ലേഷൻ ഗവേൺ ദ റീറ്റെയിൽ ഇൻഡസ്ട്രി ടു എൻഷുർ ഫെയർ ട്രേഡ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫെയർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് എന്തുണ്ട്, നമുക്ക് ഒരുപാട് ലെജിസ്ലേറ്റീവ് ലോസ് നിലവിലുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഗൽ ആക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും 4 ലീഗൽ ആക്ട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് റെഗുലേറ്റിംഗ് വർക്കിംഗ് കണ്ടീഷൻ, എത്ര ഹവർ വർക്ക് ചെയ്യണം, ഏതൊക്കെ ഹോളിഡേ, മിനിമം എത്ര ഹോളിഡേ കൊടുക്കണം, മിനിമം ഏജ് എത്ര കൊടുക്കണം എന്ന് പറയുന്നതാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഫോർ വർക്കേഴ്സ് ഇൻ ദ റീറ്റെയിൽ സെക്ടർ, റീറ്റെയിൽ സെക്ടേഴ്സിന് ഓരോ എംപ്ലോയീസിന് എത്ര സാലറി കൊടുക്കണം, എത്ര മണിക്കൂർ വർക്ക് എടുപ്പിക്കണം, എത്ര ദിവസം ഹോളിഡേ കൊടുക്കണം ഒരു വർഷം എന്നുള്ളത് പറയുന്നതാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. അത്തരത്തിൽ അത് ഗവേൺ ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട്.
മറ്റേ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ്സ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ എഗാൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. അൺഫെയർ അല്ല ട്രേഡ് പ്രാക്ടീസിന് പ്രൊട്ടക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യാണ്? ഇറ്റ്സ് ഗീവ് കൺസ്യൂമർ ദ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ ഫോർ ഗ്രിവൻസസ്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ച പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൺസ്യൂമർ കോർട്ടിലെ കാര്യങ്ങളിൽ പോവാനും അത് കേസ് കൊടുക്കാനും ഒക്കെ എന്ത് ചെയ്യും സാധിക്കും. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതും എന്താണ്? നമ്മൾ റീറ്റെയിൽ ഇൻഡസ്ട്രീസ് ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലോയാണ്. കാരണം റീറ്റെയിൽ ഇൻഡസ്ട്രീസിൽ കൺസ്യൂമറിനോട് എത്തിക്കൽ ബിഹേവ് ചെയ്യുക എന്നുള്ളതും കൺസ്യൂമറിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അവരുടെ എത്തിക്കൽ ബിഹേവിയർ. ആ എത്തിക്കൽ ബിഹേവിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഫോളോ ചെയ്യണം. മറ്റൊന്ന് ദ പ്രിവെന്റേഷൻ ഓഫ് ഫുഡ് അൾട്രേഷൻ ആക്ട് 1954. ദ പ്രിവെന്റേഷൻ ഓഫ് ഫുഡ് അൾട്രേഷൻ ആക്ട് 1954 ഇതും റീറ്റെയിൽ ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്ന ഒരു ആക്ട് ആണ്. അതുപോലെ നമുക്ക് ഏത് ആക്ടും എഴുതാം കേട്ടോ. ഇറ്റ്സ് എയിംസ് ടു എൻഷുർ ദാറ്റ് ഫുഡ് ഈസ് സോൾഡ് പ്യുവർ ആൻഡ് നോട്ട് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഫുഡൊക്കെ പ്യുവർ ആയിരിക്കാം, നല്ലതായിരിക്കാം, നമ്മുടെ ഹെൽത്തിന് ഇൻജൂറിയസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സെല്ല് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക? പ്രിവെന്റ് ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ലോയാണ് ദ പ്രിവെന്റേഷൻ ഓഫ് ഫുഡ് അൾട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞത്. 1954 നിലവിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ആക്ട് എന്ന് പറഞ്ഞത്. മറ്റൊന്ന് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930. 1930 സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ആണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്സ് കാര്യങ്ങൾ, ആ ഗുഡ്സിന്റെ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്ട്സ്, അതുപോലെ തന്നെ കണ്ടീഷൻസും അതുപോലെ തന്നെ വാറണ്ടീസ് ഒക്കെ എങ്ങനെയാണ്, അതുപോലെ വാറണ്ടി ഗ്യാരണ്ടി, അതിന്റെ ക്ലെയിമിങ്, അതിന്റെ ഡീറ്റെയിൽസ്, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഇന്ത്യയിൽ നമ്മൾ മൊത്തമായിട്ട്, നമുക്ക് ഇനി ഒരുപാടുണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ട 4 എണ്ണമാണ് നമ്മളുടെ റീറ്റെയിൽ ഇൻഡസ്ട്രീസ് ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ടുള്ള 4 ലോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ GST സെലക്ട് ചെയ്യുക. റീറ്റെയിൽ ഇൻഡസ്ട്രീസിൽ GST വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. നമ്മളുടെ ഇവിടുത്തെ എല്ലാ ഇൻഡയറക്റ്റ് ടാക്സ്, ഒരുപാട് ടാക്സ് ടൈപ്പ് ഉണ്ടായിരുന്നു ടാക്സ്. അപ്പൊ ആ ടാക്സുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരൊറ്റ ടാക്സ് എന്നുള്ള രീതിയിലാണ് GST കൊണ്ടുവന്നത്. ഗുഡ്സിനും സർവീസിനും ഒരൊറ്റ ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ആണ്. അതായത് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, കമ്പനി ടാക്സ് കൊടുക്കേണ്ട, പകരം അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന്റെ യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ് ടാക്സ് വാങ്ങുന്ന ഒരു സിസ്റ്റമാണ് GST എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് വന്നു? റീറ്റെയിൽ ഇൻഡസ്ട്രീസിലെ ടാക്സ് ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് റെഡ്യൂസ്ഡ് ടാക്സസ് എന്ന് പറയുന്നത്. GST വന്നതോടുകൂടി കൂടിയിട്ട് വാറ്റ്, കാസ്റ്റ്, ഒക്ടോറി, അതുപോലുള്ള ഒരുപാട് ടാക്സിന്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യും? ഒരൊറ്റ സിംഗിൾ ടാക്സ് ആക്കി മാറ്റാൻ സാധിച്ചു. ഓവറോൾ ടാക്സ് ബേർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഹെൽപ്പ് ചെയ്തു. GST വന്നതോടുകൂടി റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ സാധിച്ചു. പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു? ഈ ഒരു റീറ്റെയിൽ ഇൻഡസ്ട്രീസിന് കാണിച്ചു. അതായത് ഇവർ ഹോൾസെയിലേഴ്സ് നിന്ന് വാങ്ങുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇതിന്റെ GST കൊടുക്കും. പിന്നീട് ഇവിടെ കൊടുക്കുന്ന അപ്പൊ ഇവർ ഈ GST കൊടുത്തല്ലോ, അപ്പൊ ഇവരുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് എത്തി, ഇവരിത് കൺസ്യൂമേഴ്സ് വെക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ GST കളക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റിന് GST കൊടുത്തിട്ടുണ്ട് കൺസ്യൂമേഴ്സിന്റെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ പിന്നെ ഈ ഒരു വർഷം നമ്മുടെ സെയിൽ ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ അതിന്റെ GST നമ്മൾ കൊടുക്കണം. ആ ഒരു സമയം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം? GST ഒരു 500 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ 2000 രൂപയാണ് നമ്മളിപ്പോൾ GST കൊടുക്കുന്നത്. ആ 500 നമുക്ക് എന്ത് ചെയ്യും? ഈ 2000 കുറച്ചിട്ട് ബാക്കി 1500 നമുക്ക് കൊടുത്താൽ മതി. അത്തരത്തിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിച്ചു? GST വന്നതിലൂടെ സാധിച്ചു. GST അലൗസ് ദ റീറ്റെയിലേഴ്സ് ടു സെറ്റ് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ ഇൻപുട്ട്. ഇൻപുട്ടിന്റെ ബേസിൽ ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഫ്ലോയിൽ ടാക്സ് എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ കാരണമായി. അതോട് തന്നെ കുറെ മാൽ പ്രാക്ടീസ് എന്ത് ചെയ്യാൻ പറ്റും? അതിലൂടെ ഒഴിവാക്കാൻ സാധിച്ചു. പിന്നെ സപ്ലൈ ചെയിൻ എഫിഷ്യന്റ് ആയി. എങ്ങനെ? സിൻസ് റീറ്റെയിലേഴ്സ് നോ ലോങ്ങർ നീഡ് ടു മെയിൻറ്റെയിൻ സെപ്പറേറ്റ് വെയർഹൗസ് ഇൻ എവറി സ്റ്റേറ്റ് ഫോർ ടാക്സ് റീസൺ, സപ്ലൈ ചെയിൻ ബിക്കം മോർ എഫിഷ്യന്റ്. നമുക്ക് എന്ത് ചെയ്യാം? പല സ്റ്റേറ്റിലും പല രീതിയിലായിരുന്നു ഗുഡ്സിനും ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസിന് ടാക്സ് വാങ്ങിയ സ്റ്റേറ്റ് ടാക്സ് ഒക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലായിടത്തും എന്ത് ഒരു കോമൺ ടാക്സ് സെക്ഷനിലോട്ട് GST കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ വെയർ ഹൗസ് കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മളുടെ തമിഴ്നാട്ടിലൊക്കെ വെയർ ഹൗസ് വയ്ക്കും, കേരളത്തിലോട്ട് കൊണ്ടുവരാതെ എന്തിനാ ടാക്സിന്റെ ബേർഡൻ കുറയ്ക്കണം. അങ്ങനത്തെ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ സാധിച്ചു. സപ്ലൈ ചെയിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റി, നമ്മളുടെ എവിടെയാണോ പ്രൊഡക്റ്റ് വേണ്ട അതിനനുസരിച്ച് വെയർ ഹൗസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ യൂണിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്, അതായത് GST എന്തിന് ഹെൽപ്പ് ചെയ്തു, നമ്മളുടെ റീറ്റെയിൽ ഇൻഡസ്ട്രി അതായത് റീറ്റെയിൽ മാർക്കറ്റിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അതായത് സ്റ്റേറ്റ് ലെവൽ ആയിട്ടുള്ള ടാക്സ് ബെറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിൽ എന്ത് ചെയ്യും, ഇപ്പൊ കേരളത്തിൽ കുറെ ടാക്സുകൾ ഉണ്ടാവും, തമിഴ്നാട്ടിൽ ഉണ്ടാവില്ല. അപ്പൊ അവിടോട്ട് കൂടുതൽ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് റീറ്റെയിൽ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിന് ഇത് എന്ത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എല്ലാ ഏരിയാസിലും എന്ത് ചെയ്യുക, ബിസിനസ് കാര്യങ്ങൾ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ GST ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാൻ വേണ്ടി GST ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ടാക്സ് ബേർഡൻ ഒക്കെ കമ്പനീസിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അൾട്ടിമേറ്റ് റീറ്റെയിൽ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിന് വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഇപ്പൊ നമുക്ക് GSTയുടെ മറ്റ് ബെനിഫിറ്റ്സ് നമുക്ക് അറിയുന്ന എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് എഴുതാൻ പറ്റൂട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റിട്ടുള്ള പ്രിഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. കാരണം റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ് used for setting retail prices and the external factor that's influence pricing strategy. ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, നമ്മളുടെ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ബിസിനസിന്റെ എന്തിനെ എഫക്ട് ചെയ്യും, പ്രൈസിങ് സ്ട്രാറ്റജീസിനെ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ പല തരത്തിലുള്ള മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ മെത്തേഡാണ് എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, പ്രൈസിങ് മെത്തേഡിന് മുന്നേ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോഫിറ്റബിലിറ്റി ഇൻ റീറ്റെയിലിംഗ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രോഫിറ്റ് മാർജിൻ ഓഫ് ഡിഫ് ഓഫറിംഗ്. നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് റീറ്റെയിലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവർ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാണ്, ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത് തന്നെ റീറ്റെയിലറായിട്ട് ഇന്ന് വിൽക്കുന്നത് എന്തിനു വേണ്ട, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് അവർ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, ബിസിനസിന്റെ കോസ്റ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ഡിസൈഡ് പ്രോഫിറ്റ് ലെവല്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അതുപോലെ സെയിൽസ് എവിടെയാണ്, ലൊക്കേഷൻ എന്നൊക്കെ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മുടെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തതാണ് എന്ത്, എക്സ്റ്റേണൽ ഫാക്ടറാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമർ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നോക്കൂ. റീറ്റെയിലേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് സെൻസിറ്റിവിറ്റി ഓഫ് ടാർഗറ്റ് സെഗ്മെന്റ്, അതായത് എക്കണോമിക് ഓറിയന്റഡ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഓറിയന്റഡ് കസ്റ്റമർ, നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ് എന്നുള്ളത് നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഹൈ ഇൻകം ക്ലാസ് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ റീറ്റെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ 10 രൂപയ്ക്ക് എന്ത് ചെയ്യുക, ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമല്ല. കാരണം എന്താണ്, അവർ അത് വില കുറവല്ലേ, അത് മോശം സാധനമായിരിക്കും, അവർക്ക് വില കൂടിയതായിരിക്കും വേണ്ടി വരിക. അപ്പൊ കസ്റ്റമേഴ്സിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ പാവപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഓടിന്റെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് കാര്യമുണ്ടോ, ഇല്ല. അവിടുത്തെ ആൾക്കാർക്ക് വാങ്ങാൻ സാധിക്കുന്നത് ഓൾട്ടോയോ വാഗനാറോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഷോപ്പാണ്. മിഡിൽ ലിങ്ക് ആണെങ്കിൽ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ അവിടെ പോയിട്ട് ഒരു ഓഡിന്റെ ലംബോക്കിന്റെ ഷോപ്പ് തുടങ്ങിയിട്ട് കാര്യമുണ്ടാവില്ല. അപ്പൊ എന്താണ് നമ്മുടെ കസ്റ്റമർ സെഗ്മെന്റ് എന്നത് നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജിയെ നമ്മൾ എഫക്ട് ചെയ്യും. ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രൈസിങ്ങും അതിനെ എഫക്ട് ചെയ്യും. ഷോപ്പിന്റെ ലൊക്കേഷനെ പോലെ തന്നെ അതിന്റെ പ്രൈസിങ്ങും അതിനെ എഫക്ട് ചെയ്യും. നമ്മൾ ഏത് കസ്റ്റമർ സെഗ്മെന്റിനെയാണോ നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത് സപ്ലയേഴ്സ്, അതായത് the manufacturer often want to control over how their products are priced to protect their brand image. അതായത് ചില പ്രൊഡക്റ്റുകൾക്ക് അവരുടെ ബ്രാൻഡ് ഇമേജ് ഉണ്ടായിരിക്കും. ഇത്രയും മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത്ര പ്രൈസിൽ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സപ്ലയേഴ്സ് പറയാണ്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ, ഇതിൽ കുറച്ച് വിൽക്കാൻ പറ്റില്ല, ഇത് കൂട്ടി വിൽക്കാൻ പറ്റില്ല. അത്തരത്തിൽ സപ്ലയേഴ്സ് പറയുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇപ്പൊ നമുക്ക് പറയുക നമ്മളൊരു കുറെ ബിസ്ക്കറ്റ് കമ്പനീസ് ഒക്കെ ഉണ്ട്. അവർ എല്ലാവരും ഒരു യുണീക്ക് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു പ്രൈസിങ് ആണ് ഓരോരുത്തരും പറയാം. ഈ റേറ്റിന് വിറ്റാൽ മതി, ചിലപ്പോൾ 25 അതിൽ പറയും, ചിലപ്പോൾ 20 ആയിരിക്കും. അപ്പൊ ആ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട് സപ്ലയേഴ്സ് പറയുന്ന, അതായത് മാനുഫാക്ചേഴ്സ് പറയുന്നല്ലേ, അത് റീറ്റെയിലേഴ്സിന് കേട്ടേ പറ്റൂ. അത് അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഒന്ന് കോമ്പറ്റീറ്റേഴ്സ് ആണ്.
അതായത് കോമ്പറ്റീഷൻ. നമുക്ക് മൊണോപ്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാത്രമുള്ളെങ്കിൽ നമ്മൾ പ്രൈസ് ഇടും. അതേസമയം നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളൊരു സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ച് പ്രൈസിങ്ങും ഡിസ്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൈസിങ്ങിൽ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. മൊണോപ്ലേക്ക് ആവുന്ന സമയത്ത് ലിമിറ്റിംഗ് ആയിരിക്കും, റീറ്റെയിലേഴ്സ് ഒക്കെ അവിടെ കുറച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സ് ഇഷ്ടമുള്ള പ്രൈസ് അവിടെ ഫിക്സ് ചെയ്യും. നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ ആ കോമ്പറ്റീറ്റേഴ്സ് എത്രമാത്രം ഉണ്ട്, കോമ്പറ്റീഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളതും എന്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ്, റീറ്റെയിലേഴ്സിന്റെ പ്രൈസിങ്ങിനെ എഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഗവൺമെന്റൽ ആൻഡ് ലീഗൽ ഇഷ്യൂസും ഇതും എന്താണ്, നമ്മുടെ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ പ്രൈസിങ് ഇപ്പോൾ പ്രിവെന്റേഷൻ ആക്ട് ഒക്കെ ഉണ്ട്. അത് അതിലൂടെ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെസസിറ്റി ഗുഡ്സ് കാര്യങ്ങളൊക്കെ എന്താ ഓവർ പ്രൈസ്, ഇപ്പോൾ പഞ്ചസാരയുടെ ഒക്കെ പ്രൈസ് ഒരു വിധം ഒരു 50 താഴെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, ഇത്തരത്തിലുള്ള പ്രിവെന്റ് ഗവൺമെന്റ് ലോസ് കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ എന്താണ് ഇവിടെ വരും. അതുപോലെ അരിന്റെ ഒക്കെ വില, അപ്പൊ ഇതൊക്കെയാണ് ഗവൺമെന്റൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് പറയുക അത് നമുക്ക് എന്ത് ചെയ്യാണ്, റീറ്റെയിൽ ഇൻഡസ്ട്രീസിന് അവരുടെ ഒരു കാര്യങ്ങളൊന്നും നോക്കാതെ ആ ഒരു പ്രൈസിന് വിൽക്കേണ്ടി വരും. അപ്പൊ അതാണ് റീറ്റെയിൽ ഇൻഡസ്ട്രീസിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് എഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് EDLP എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, എവരിഡേ ലോ പ്രൈസിങ് എന്ന് പറയുന്നത്. EDLP അഥവാ എവരിഡേ ലോ പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, എല്ലാ ദിവസവും നമ്മുടെ MRPയേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് ആയിരിക്കും നമ്മളവിടെ സെറ്റ് ചെയ്യുന്നത്. സ്റ്റേബിൾ ആയിട്ട് ലോ പ്രൈസ് എന്ത് ചെയ്യാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സെയിൽസ് ഇവന്റിനൊന്നും അവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല, അത് പർച്ചേസ് ചെയ്യാം. അതാണ് EDLP സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ ഹൈ ലോ പ്രൈസിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഹൈ പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫ്രീക്വന്റ് ആയിട്ടുള്ള സെയിൽസ് അഡ്വർടൈസ്മെന്റിലൂടെ നമ്മൾ പ്രൈസ് എന്ത് ചെയ്യും, ഇങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 900 രൂപയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 890 രൂപയ്ക്ക് ഇപ്പോൾ ഇത് വാങ്ങാം. അങ്ങനെ നമ്മൾ കുറച്ച് നമ്മൾ ഒരു മാർജിനിലോട്ട് എത്തിക്കും. അതാണ് ഹൈ ലോ പ്രൈസിങ് എന്നത്. ഇനിഷ്യലി ഹൈ ആയിരിക്കും, പിന്നീട് ലോ ആയിരിക്കും. പിന്നെ സൈക്കോളജിക്കൽ പ്രൈസിങ് ഉണ്ട്. അതായത് ഓഡ് ഈവൻ പ്രൈസിങ് ആണ്. ഇറ്റ്സ് എ മെത്തേഡ് ലൈക്സ് ഓഡ് ഈവൻ പ്രൈസിങ്. അതായത് 999.50, 999.89, 99 അങ്ങനെ നമ്മൾ ചെയ്യും. അതാണ് സൈക്കോളജിക്കൽ പ്രൈസിങ്ങിലെ ഒന്ന് ഓഡ് ഈവൻ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ. അതേപോലെ സൈക്കോളജി അവിടെ എന്തായിരിക്കും, നമ്മൾ നോക്കുമ്പോൾ 100 രൂപ തയ്ച്ചില്ല, അപ്പൊ നമ്മളത് വാങ്ങാൻ തയ്യാറാവും. അതുപോലെ പ്രസ്റ്റീജ് പ്രൈസിങ് ഉണ്ട്. ഹൈ പ്രൈസ് ആയിരിക്കും, അതായത് എക്സ്ക്ലൂസീവ്. ഇപ്പൊ നമുക്ക് കുറെ ബ്രാൻഡുകൾക്ക് എന്തുണ്ടായിരിക്കും, നല്ല പ്രൈസ് ഉണ്ടാവും. അപ്പൊ ലിനന്റെ ഷർട്ട് വാങ്ങാൻ പോയി നല്ല പ്രൈസ് ഉണ്ടാവും. കാരണം ഹൈ ഇൻകം ഗ്രൂപ്പ്സ് ഇടുന്നതാണ് അത്. അപ്പൊ അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവർ വില കുറഞ്ഞു കഴിഞ്ഞാൽ അവരത് വാങ്ങോ, ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രസ്റ്റീജ് പ്രൈസിങ് ഉണ്ടായിരിക്കും. അപ്പൊ കൺസ്യൂമേഴ്സിനെ ഇമോഷണൽ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, പ്രൈസിങ് നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് സൈക്കോളജിക്കൽ പ്രൈസിലെ ഓഡ് ഈവൻ പ്രൈസിങ് സ്ട്രാറ്റജീസും പ്രസ്റ്റീജ് പ്രൈസിങ്ങും പറയുന്നത് കേട്ടോ. അതും പഠിക്കണം. പിന്നെ ഒന്ന് സ്കിമ്മിങ് പ്രൈസിങ്. വേറെയും കുറച്ച് പ്രൈസിങ് ടെക്നിക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. മറ്റൊന്ന് സ്കിമ്മിങ് പ്രൈസിങ് ആണ്. അതായത് ഹൈ ഇനിഷ്യൽ പ്രൈസ് സെറ്റ് ചെയ്യും ന്യൂ പ്രൊഡക്ട്സിന്, പിന്നീട് ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യും, അതിന്റെ പ്രൈസ് ഇങ്ങനെ കുറച്ച് ഹൈ ലോ പ്രൈസിങ് പോലെ ഇങ്ങനെ കുറച്ച് തരും. പക്ഷെ ഹൈ ലോ പ്രൈസിങ്ങിൽ അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ ചെയ്യുന്നത്, ഇവിടെ ഡയറക്റ്റ് നമ്മൾ അതിന്റെ പ്രൈസിങ്ങിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. അതാണ് സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറയുന്നത്. പിന്നെ പെനട്രേഷൻ പ്രൈസിങ് ഉണ്ട്. പെനട്രേറ്റിംഗ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ഇനിഷ്യൽ പ്രൈസ് നമ്മൾ നോക്കും, മാർക്കറ്റിൽ നല്ലൊരു പൊസിഷന് കാര്യങ്ങൾ സെക്യൂർ ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രാൻഡ് ലോയൽറ്റി കാര്യങ്ങൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് നമ്മൾ പ്രൈസ് കൂട്ടും. അതാണ് പെനട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു 10 മിനിറ്റ്സിൽ നമ്മുടെ എന്ത് ചെയ്യും, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ദ മെർക്കൻഡൈസ് മാനേജ്മെന്റ് പ്രോസസ് ആൻഡ് ഡിസ്കസ് വേരിയസ് സ്റ്റേജസ് ഇൻവോൾവ്. എന്താ മെർക്കൻഡൈസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെർക്കൻഡൈസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഇവിടെ റീറ്റെയിലേഴ്സ് എന്താണ്, ഇറ്റ് ഈസ് അറ്റംപ്റ്റ്സ് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് അറ്റ് റൈറ്റ് പ്രൊഡക്റ്റ് അറ്റ് റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ടൈമിൽ. എന്താണ്, നമ്മുടെ റീറ്റെയിലേഴ്സിൽ എന്ത് ചെയ്യണം, അവർക്ക് ഫൈനാൻഷ്യൽ ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ 4 റൈറ്റ്സ് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നടക്കണം.
അപ്പോൾ മെർക്കൻഡൈസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ പ്ലാനിങ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ബഡ്ജറ്റിംഗ് വേണ്ടത്, അത് പ്രീവിയസ് സെയിൽസ് ഡാറ്റയെ കുറിച്ചും സെയിൽസ് ഫോർകാസ്റ്റ് ചാർട്ടും കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിനെ ഓർഗനൈസ് ചെയ്യും. അതായത് നമ്മൾ സെയിൽസ് ഫോർകാസ്റ്റിംഗ് ഡാറ്റ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി എല്ലാ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ 4 റൈറ്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ രീതിയിലാക്കി നമ്മൾ നോക്കുകയാണ് ചെയ്യുക. ആൻഡ് ഡയറക്റ്റ് ചെയ്യും. മെർക്കൻഡൈസിന്റെ എന്ത് ചെയ്യാം, മാനേജർ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ബയേഴ്സിനെയും അതുപോലെ തന്നെ വാട്ട് ആൻഡ് ഹൗ ടു പർച്ചേസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലുള്ള ക്വാളിറ്റി പ്രൈസിലും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള. അപ്പൊ ഡയറക്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും. ഡയറക്റ്റ് ചെയ്താൽ പറ്റില്ല, നമ്മുടെ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പുകൾ തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം കോർഡിനേറ്റ് ചെയ്യും. മെർക്കൻഡൈസിങ് എന്ത് ചെയ്യുക, കോർഡിനേഷനിലാണ് പ്രധാനമായിട്ട് അതിന്റെ എസെൻസ് ഉള്ളത്. ബയേഴ്സും സെല്ലേഴ്സ് പാർട്ടീസും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റീറ്റെയിൽ സ്റ്റോഴ്സിലോട്ട് അവർ വരുന്നു, അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് നമ്മൾ ലഭ്യമാക്കുന്നു. അതുപോലെ തന്നെ എവിടെയാണോ വേണ്ട അതിനനുസരിച്ച് സെറ്റ് ചെയ്യും. അതാണ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ കൺട്രോളിങ് ചെയ്യും. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് മെർക്കൻഡൈസ് മാനേജർ. മെർക്കൻഡൈസ് മാനേജറുടെ ഡ്യൂട്ടിയാണ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞത്. റീസൺസ് ഉണ്ടാവും, പെർഫോമൻസ് ഗ്യാപ്പ് വരാനുള്ള റീസൺസ് ഉണ്ടാവും, അത് നോക്കും, അവിടെ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കും. അതിനുശേഷം നമ്മൾ അലോക്കേഷൻ ചെയ്യും. ആഫ്റ്റർ മെർക്കൻഡൈസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മെർക്കൻഡൈസ് എന്ന റൈറ്റ് ടൈമിൽ റൈറ്റ് പ്രൊഡക്റ്റ് റൈറ്റ് കാര്യങ്ങൾ നമുക്ക് റൈറ്റ് പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാണ് റീറ്റെയിലേഴ്സിന് കിട്ടുന്ന പ്രോസസ്സാണ് മെർക്കൻഡൈസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ മെർക്കൻഡൈസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അലോക്കേറ്റ് ചെയ്യും. ഡിഫറെന്റ് സ്റ്റോഴ്സിന് നമ്മൾ ചെയിൻ ബേസ് ചെയ്തിട്ടുണ്ട്, ഹിസ്റ്റോറിക്കൽ സെയിൽസ് ഇൻഫർമേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഡെമോഗ്രഫിക്കൽ പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് അയച്ചു കൊടുക്കും. അതാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെർക്കൻഡൈസ് മാനേജ്മെന്റ് എന്താണ് എന്നുള്ളത് കറക്റ്റ് പഠിക്കുക, അതിന്റെ സ്റ്റെപ്സുകളും പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ വിഷ്വൽ മെർക്കൻഡൈസിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസും അതിന് വേണ്ടി ഉപയോഗിക്കും. വിഷ്വൽ മെർക്കൻഡൈസിങ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വാൾ ഡിസ്പ്ലേസ് ഉപയോഗിക്കാറുണ്ട്. ഫ്ലോറിൽ വാൾ ഡിസ്പ്ലേസ് നമുക്കറിയാലോ, നമ്മൾ സ്ലോ വാൾ ഫിക്ചേഴ്സ് കാര്യങ്ങൾ ചെയ്യും. ഫ്ലോർ ഫിക്ചേഴ്സ് നമ്മൾ ചെയ്യാറുണ്ട്, അതായത് പാനൽസ്, ഗാർമെന്റ് റാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ഫ്ലോർ ഫിക്ചേഴ്സിൽ വരുന്നതാണ്. പിന്നെ ഡിസ്പ്ലേ പ്രൊഡക്റ്റ് കാര്യം ഡിസ്പ്ലേ, ഇപ്പോൾ നമ്മൾ ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ ബോഡി ഫോംസുകൾ, അതുപോലെ തന്നെ മാനിക്യൂർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. പിന്നെ സപ്ലൈസ് എക്യുപ്മെന്റ്സ് ഉണ്ട്, അതായത് ഹാങ്ങർ, സ്ട്രീമർ, ടാഗിങ് സപ്ലൈസ് ഒക്കെ നമ്മൾ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ എന്താണ് നമ്മുടെ ഡിസ്പ്ലേക്ക് ഉപയോഗിക്കുന്നതാണ്. കൂടാതെ പ്രൊമോഷണലും ലൈറ്റിംഗ് ഫിക്ചേഴ്സും സിങ്കേജ് ഒക്കെ എന്തിന്റെ ഭാഗമാണ്, നമ്മുടെ മെർക്കൻഡൈസിംഗിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതും കൂടി നിങ്ങൾ നോക്കണം. അതും അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഒപ്പം പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രാഞ്ചൈസിങ്, അതിന്റെ ടൈപ്പ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷനും റീറ്റെയിൽ ഇൻഡസ്ട്രീസിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ആണ്. ഇറ്റ്സ് ബിറ്റ്വീൻ ഫ്രാഞ്ചൈസർ ആൻഡ് ഫ്രാഞ്ചൈസി. ഫ്രാഞ്ചൈസറും അതായത് ഫ്രാഞ്ചൈസിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട്. ഫ്രാഞ്ചൈസർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആണ്. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ആ ഒരു റീറ്റെയിലർ ആണ് വരുന്നത് അല്ലെ. ഇറ്റ് ഈസ് അലോസ് ദ ലേറ്റർ ടു കണ്ടക്ട് ദ സെർട്ടൻ ഫോം ഓഫ് ബിസിനസ് അണ്ടർ എസ്റ്റാബ്ലിഷ് നെയിം. ഓൾറെഡി എസ്റ്റാബ്ലിഷ് നെയിമിൽ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, സമ്മതം കൊടുക്കുന്നതാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ഫ്രാഞ്ചൈസിങ് പറയുന്നത് അതിൽ ഒന്നാമത്തെയാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ട്രേഡ് നെയിം ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. എന്താണ് ഫ്രാഞ്ചൈസി, സെലക്ട് ദ മാനുഫാക്ചർ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പേര് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും അവർ ചെയ്യും. ഇപ്പോൾ ഗ്യാസ് ഏജൻസീസ് അതൊന്നാണ്. പിന്നെ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ്, ഇതൊക്കെ എന്തിനാണ്, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ട്രേഡ് നെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രാഞ്ചൈസികളാണ്. മറ്റൊന്ന് ബിസിനസ് ഫോർമാറ്റ് ഫ്രാഞ്ചൈസികളുണ്ട്. ഹിയർ ദ ഫ്രാഞ്ചൈസ് ടേക്ക് എ ലൈസൻസ് ദാറ്റ് ദ ഫ്രാഞ്ചൈസി ടു മാർക്കറ്റ് സർവീസ് ഈസ് ഡിഫൈൻ ദ ടെറിട്ടറി ഫോളോയിങ് സ്പെസിഫിക് പ്രൊസീജിയർ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ മക്ഡൊണാൾഡ്സ് അവരുടെ എന്ത് ചെയ്യും, ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ബിസിനസ് ഫോർമാറ്റിനെ വേറൊരാൾക്ക് കോപ്പി ചെയ്യുക. അപ്പോൾ അവരുടെ ആ പ്രൊഡക്റ്റ് അതിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു ക്വാളിറ്റി ഒക്കെ ഉറപ്പ് വരുന്നത്. അപ്പം അത്തരത്തിൽ ചെയ്യുന്നതാണ് എന്താണ് നമ്മളുടെ ബിസിനസ് ഫോർമാറ്റ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായ ടൈപ്സ് എന്ന് പറഞ്ഞാൽ. അഡ്വാൻറ്റേജസ് പറയുക
ഫ്രാഞ്ചൈസിക്കും ഫ്രാഞ്ചൈസിനും അഡ്വാൻറ്റേജ് ഉണ്ട്. ഫ്രാഞ്ചൈസിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുക, ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൂവൺ മോഡൽ അവർക്ക് ലോവർ റിസ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും, എക്സ്പാൻഷണൽ പൊട്ടൻഷ്യൽ ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അവർക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്ട്രെയിൻ ആണ്. അതായത് ഫ്രാഞ്ചൈസിക്ക് എന്തെങ്കിലും ഹൈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഓൺ ഗോയിങ് റോയലിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. കൺട്രോൾ വലിയ രീതിയിൽ ഉണ്ടാവില്ല. കൂടുതൽ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും, അതിന്റെ ഓണറുടെ കയ്യിലായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം എന്തുണ്ടായിരിക്കും, ഒരുപാട് ഇന്നബിലിറ്റീസ് ഉണ്ടാവും. ഈ ലോക്കൽ ചേഞ്ചസ് ഒക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അതേപോലെ ഫ്രാഞ്ചൈസർക്ക് ഇതിനുണ്ടാവുന്ന ലാഭം എന്ന് പറയുന്നത് എന്താ, നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും, അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും, അവർക്ക് ലോയൽറ്റി ഇൻകം, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന മണി കാര്യങ്ങൾ കിട്ടും. ഇതൊക്കെയാണ് അവർക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാഞ്ചൈസിങ് എന്താണ്, ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, ആ ഫ്രാഞ്ചൈസിങ് റീറ്റെയിൽ ഇൻഡസ്ട്രീസിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് എല്ലാ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ. പിന്നെ ഒരു റീറ്റെയിൽ സ്റ്റോറിന്റെ ലൊക്കേഷൻ നമ്മളൊരു സിറ്റിയിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം, ജസ്റ്റ് സിംപിളി പറയാനുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ആ സിറ്റി, ആ ട്രേഡിംഗ് ഏരിയന്റെ സൈസ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ എത്രമാത്രം ഇതുണ്ട്, എങ്ങനത്തെ ഷോപ്പ് കൊണ്ടുവരാൻ പറ്റും, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ, നൈബറിംഗ് ടൗൺസുകൾ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ ട്രേഡിംഗ് ഏരിയയിലെ പോപ്പുലേഷൻ എത്ര, പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ ആൾക്കാർ അവിടെ കൂടുതൽ വാങ്ങാൻ ആൾക്കാർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ അവിടെ ഉള്ള ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ എത്രയാണെന്നുള്ളത് നോക്കും. അവർക്ക് ആകെ തുച്ഛമായ വരുമാനം, ഇപ്പൊ തോട്ടം തൊഴിലാളികൾക്ക് ഉള്ളിടത്താണെങ്കിൽ അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് കൊണ്ടിട്ടൊരു കാര്യമുണ്ട്, കാരണം അവരുടെ വരുമാനം എന്നുള്ള ആ രീതിയിലാണ്. അപ്പൊ അതിനനുസരിച്ചുള്ളതായിരിക്കും അവിടെ ഒക്കെ എന്ത് ചെയ്യാം, വീക്ക്ലി ചന്തകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ പോവുക. അപ്പൊ അത്തരത്തിലുള്ളതായിരിക്കും. അപ്പൊ പർച്ചേസിംഗ് പവർ എന്നുള്ളത് പ്രത്യേകം നോക്കും. അതിനനുസരിച്ചായിരിക്കും ഹൈ ഇൻകം ഗ്രൂപ്പിലോട്ടായിരിക്കും അതിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറുകളായിരിക്കും, ഹൈ പ്രൈസർ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാം. അപ്പോൾ പർച്ചേസിംഗ് പവർ ഒരു ഫാക്ടറാണ്. പിന്നെ ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, നമ്മുടെ റോഡ് കാര്യങ്ങളൊക്കെ എത്രമാത്രം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് വന്ന് വാങ്ങാൻ അട്രാക്റ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാർ, ഊട്ടി അവിടങ്ങളൊക്കെ ഒരുപാട് ഷോപ്പുകൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എന്തിനാണ്, അവിടെ ആൾക്കാർ വരുന്നത്, അവിടെ ആ ഏരിയ എന്ത് ചെയ്യുക, നല്ല അട്രാക്റ്റീവ് ആണ്, ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നോക്കും. പിന്നെ കോസ്റ്റ് ഓഫ് ലാൻഡ് ആൻഡ് റെന്റ്, അവിടെ എത്രയാണ് ലാൻഡിന് റെന്റ് വരുന്നത്, അത് നമുക്ക് ആ കോസ്റ്റ് നമുക്ക് അലോ ചെയ്ത് പോകാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നോക്കും. പിന്നെ ആക്സസിബിലിറ്റി ആൻഡ് ട്രാഫിക്, അതെയാ മസ്റ്റ് പ്രൊവൈഡ് ഈസി ആക്സസ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണോ, വലിയൊരു ട്രാഫിക്കുള്ള ഒരു ഏരിയയിലാണ് നമുക്കൊരു ബിസിനസ് അവിടെ ക്ലച്ച് ഒരു ഫുഡ് തുടങ്ങി, അപ്പോൾ അവിടെ എപ്പോഴും ട്രാഫിക്കുള്ള സ്ഥലം, അവിടെ ആരെങ്കിലും ഫുഡ് കഴിക്കാൻ കയറോ ഇല്ല. അപ്പൊ അതൊരു വേറൊരു കാര്യമാണ്. പിന്നെ സോയിങ് റെഗുലേഷൻസ് ആണ്, അതായത് റീറ്റെയിൽസ് മസ്റ്റ് ചെക്ക് സിറ്റി പ്ലാൻസ് ആൻഡ് മുനിസിപ്പൽ റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അതിനനുസരിച്ച് നമുക്ക് തുടങ്ങാൻ പറ്റും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനനുസരിച്ചായിരിക്കും നമ്മളവിടെ തുടങ്ങുക. ഇതൊക്കെ നമ്മളെ എന്തിനെ എഫക്ട് ചെയ്യാം, ഒരു ബിസിനസ് അതിന്റെ എന്ത് ചെയ്യാണ്, റീറ്റെയിൽ സ്റ്റോറിന്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, മെർക്കൻഡൈസ് ബഡ്ജറ്റ് എന്താണ്, അതിന്റെ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ അതിന് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെർക്കൻഡൈസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ആണ്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റ് ഹൗ മച്ച് ടു ഇൻവെസ്റ്റ് ഇൻ എ പ്രൊഡക്റ്റ് ഇൻവെന്ററീസ്, അത് എത്രമാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, യൂഷ്വലി സ്റ്റേറ്റ് ഇൻ റുപ്പീസ് പെർ മന്ത്. യൂഷ്വലി എന്താ ബഡ്ജറ്റ് എങ്ങനെ, മെർക്കൻഡൈസ് ബഡ്ജറ്റ് ഇൻ റുപ്പീസിലായിരിക്കും പറയാം. ആൻഡ് ഇറ്റ് ഈസ് എ ടൂൾ ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് റീറ്റെയിൽ മെർക്കൻഡൈസ് ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ്. റീറ്റെയിലേഴ്സിൽ ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് മെർക്കൻഡൈസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൺസ്ട്രെയിനിങ് ഫാക്ടർ ഒന്ന് ബഡ്ജറ്ററി കൺസ്ട്രെയിന്റ് ആണ്. എന്താ ബഡ്ജറ്ററി കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റീറ്റെയിലേഴ്സിന്റെ ഫൈനാൻഷ്യൽ റിസോഴ്സ് അവൈലബിൾ ആവുന്ന ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് എന്തായിരിക്കും, അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബഡ്ജറ്ററി അല്ലെങ്കിൽ നമ്മുടെ മെർക്കൻഡൈസ് ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ സംടൈംസ് ഓർഗനൈസേഷനിൽ എന്തുണ്ടാവില്ല, വലിയൊരു ബാർഗൈനിങ് പവർക്ക് അവർക്ക് ഉണ്ടാവില്ല, കാരണം പേയ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ബഡ്ജറ്ററി കൺസ്ട്രെയിൻ ഉണ്ടാവും. പിന്നെ സെല്ലിംഗ് സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ടാവും. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റും നമ്മുടെ ഷോപ്പിൽ കൊണ്ടൊന്നും വിൽക്കാൻ കഴിയില്ല, കാരണം നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ടേൺ ഓവർ കൺസ്ട്രെയിൻ ഉണ്ടാവും, അതായത് നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് പ്ലാനിങ്ങോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ടേൺ ഓവർ ഉണ്ടാവില്ല. അപ്പൊ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ക്വിക്കലി എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അതിനനുസരിച്ച് മാത്രമേ അവർക്ക് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ടേൺ ഓവർ കൺസ്ട്രെയിൻറ്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാർക്കറ്റ് എൻവയോൺമെന്റ് കൺസ്ട്രെയിൻസ്, അതായത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ടാർഗറ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആ ഷോർട്ട് ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്നവർ മാത്രമേ അവിടെ നിന്ന് വാങ്ങുള്ളൂ, എല്ലാവർക്കും അവിടെ വന്ന് വാങ്ങാൻ കഴിയില്ല. അപ്പൊ അതും എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു കൺസ്ട്രെയിൻ ആണ്.
ഇതൊക്കെയാണ് ബഡ്ജറ്റിലെ മർക്കൻഡൈസ് ബഡ്ജറ്റിന്റെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള മാനേജ് കീ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കറക്റ്റ് ആയി കിട്ടില്ല. പിന്നെ പ്രോഫിറ്റ് സെന്റർ അക്കൗണ്ടിങ് അവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അത് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്റ്റോർ അല്ലെങ്കിൽ സ്പെസിഫിക് പ്രൊഡക്റ്റ് എന്നാണ് കൂടുതൽ പ്രൊഡക്റ്റ് വന്നതെന്ന് പറയാനില്ല. കാരണം റീറ്റെയിൽ ഷോപ്പിൽ ഒരുപാട് പ്രൊഡക്ട്സ് കാര്യങ്ങൾ വരികയാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒരു സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ച് തിയററ്റിക്കലാണ് ഈ ഒരു ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ് ഇതെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ കമന്റിലൂടെ അറിയിക്കാം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചോളൂ. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് സെഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരുന്നത്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, HU ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിലൂടെ നിങ്ങൾക്ക് വേണ്ട അപ്ഡേഷൻസും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും ഇതുപോലുള്ള ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെഗാ ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ അപ്ഡേറ്റ് വിത്ത് അസ്. അപ്പം നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ ബൈ പറയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസ് കാര്യങ്ങൾ അറിയിക്കുക. ഒപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.